13, 14, 15 അധ്യായങ്ങൾ ജ്ഞാനപരമാണ്. ഞാൻ ഗീതയെപ്പറ്റി ഒന്ന് പൊതുവെ പറയാം. 2-ാം അധ്യായമാണ് ഗീതയുടെ വേര്, സാഖ്യയോഗം. സാഖ്യം ഞാൻ ശാസ്ത്രം, യോഗം അതിലേക്ക് എങ്ങനെ എത്താം എന്ന് പറയണം. അവിടെ ശൈരി മാത്രമേ ഉള്ളൂ, ശരീരം ഇല്ല, സങ്കല്പമാണ്. അങ്ങനെയാവുമ്പോൾ അത് പാരമാർത്ഥിക സത്യമാണ്. പക്ഷെ വ്യവഹാരത്തിന് വേണ്ടിയിട്ട് പ്രവൃത്തി വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ, മമത അഹന്ത ഇല്ലാതെ പ്രവർത്തിച്ചാൽ ഈ പാരമാർത്ഥിക സത്യം സാധിക്കും, വ്യാവഹാരിക സത്യം സാധിക്കും എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ 2-ാം അധ്യായത്തിൽ ഗീത പറയേണ്ടതൊക്കെ പറഞ്ഞു. പിന്നെ അവിടേക്ക് എത്താനുള്ള മാർഗങ്ങൾ പറയാണ്. 3, 4, 5 അധ്യായങ്ങൾ ശരീരം കൊണ്ട് കർമ്മം എങ്ങനെയാണ് ഈ പറഞ്ഞ വ്യാവഹാരിക പാരമാർത്ഥിക സത്യങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ കർമ്മയോഗം പറയണം. 6-ലും 7-ലും 8-ലും ഇതേ കാര്യം തന്നെ ധ്യാനപരമായിട്ട് അവിടെ കുറച്ച് ഈ സൂക്ഷ്മമായ കാര്യങ്ങൾ, നിർഗുണം എന്ന് പറയും, നിർഗുണ നിരാകാരം പോലെയുള്ള ഭക്തിയാണ്. ശരീരം, മനസ്സ്, ബുദ്ധിയാണ് നമുക്കുള്ളത്. അത് മനസ്സിനെ പറ്റി പറയും. 9, 10, 11, 12 ശരിക്കും നല്ല പോലെ മനസ്സിൻ്റെ തന്നെ കാര്യങ്ങൾ ഭക്തിയെ പറ്റി പറയണം. അപ്പോൾ 1 ശരീരം, 2 മനസ്സ്. 13 മുതൽക്ക് 15 കൂടിയിട്ട് ബുദ്ധിയെ പറ്റി പറയണം. ബുദ്ധിയിൽ എങ്ങനെ സാധിക്കുന്ന കുറച്ച് വിഷമമുണ്ട് മനസ്സിലാക്കാൻ. കാരണം നമ്മുടെ ബുദ്ധി സാമാന്യന് വളരെ ചുരുക്കമാണ്. പിന്നെ 16, 17 ഒരു പരീക്ഷിഷ്ടം പറഞ്ഞ് 18 അവസാനിക്കുക. ഇങ്ങനെയാണ് ഗീത വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചത് ഇതെങ്ങനെയാണോ വളരണത് എന്നുള്ള ശ്ലോകം വെച്ചിട്ടാണ് വരുന്നത്. ഉപദ്രഷ്ട അനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വര എന്ന ശ്ലോകമാണ് നമ്മൾ ചൊല്ലിയത്. 22-ാമത്തെ 22-ാമത്തെ ശ്ലോകം. ഈ 22 ഉപദ്രഷ്ട അനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹസ്മിൻ പുരുഷപര എന്ന് വരെയാണ് നമ്മളെടുത്തത്. എന്നുവെച്ചാൽ ഉപദ്രഷ്ട ആദ്യം ഈ ആത്മാവ് സാക്ഷി രൂപത്തിൽ നിൽക്കുള്ളൂ. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒന്നും പറയില്ല, വെറും സാക്ഷി സ്വരൂപത്തിൽ. പിന്നെയാണ് അയാൾ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞല്ലോ ത്യാഗമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഒരു ദിവസം എന്തോ ഭാഗ്യവശാലെ അയാൾ ഒരാൾക്ക് തന്നെ ഭക്ഷണം എടുത്ത് കൊടുത്തു. അന്ന് വൈകുന്നേരം ആത്മാവ് പറയും, ഇല്ല തന്നെ അനുമന്ത എന്ന് പറഞ്ഞാൽ ചെയ്തത് നന്നായി എന്ന് ഉള്ളെന്ന് പറയും. അപ്പോൾ നോക്കി നിൽക്കുന്ന ആളല്ല, അനുമന്താവേ. ഉപദ്രഷ്ട അനുമന്ത. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ എല്ലാം. അപ്പോൾ ഭഗവാൻ തന്നെ അല്ലെങ്കിൽ ആത്മാവ് തന്നെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഭർത്ത കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ അതാണ് ചെയ്തത്, എൻ്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞതിന് ഭോക്ത ഭഗവാനാണ്. ഇങ്ങനെ മഹേശ്വര, അതായത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ 13-ാം അധ്യായം ശരീരവും ശരീരിയും ക്ഷേത്രജ്ഞ വിഭാഗമാണ്. ഇപ്പോൾ ക്ഷേത്രത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് ക്ഷേത്രജ്ഞയിലേക്ക് പോകണം. അതിനാണ് മെല്ലെ 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 കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ക്ഷേത്രജ്ഞനിലേക്ക് എത്തുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്താ ഇയാൾക്ക് താനൊന്നുമല്ല ചെയ്യുന്നത്, ഈശ്വരൻ തന്നെയാണ്. ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ വെറും ഉപാധികൾ മാത്രമാണ്. അതിലിപ്പോൾ ബൾബ് പോലെ, ബൾബ് ഒരു ഉപാധിയാണ്, വൈദ്യുതി ശക്തിയാണ് അതിൻ്റെ കാര്യം. അതുപോലെ ശരീരം, മനസ്സ്, ബുദ്ധികളൊക്കെ ഉപാധികളാണ്. ആത്മാവാണ് എൻ്റെ കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട്
ഓരോ ശ്ലോകവും നല്ല വിഷമമുള്ളതാണ്. വിഷമം വെച്ചാൽ നമുക്ക് മറ്റിച്ച് പരിചയമില്ലാത്തതുകൊണ്ട്. പരിചയം ഉണ്ടെങ്കിൽ വിഷമമൊന്നുമില്ല. അപ്പം നമ്മൾ ശരീരമാണെന്ന് അങ്ങനെ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ അതല്ലാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി പറയാൻ ഇവിടുന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോപി ജായതേ. ക്ഷേത്രജ്ഞ വിഭാഗം എന്ന് പറഞ്ഞല്ലോ, വിവേകം. അതിന് പ്രകൃതി പുരുഷ വിവേകം സാധിക്കുമെന്ന് ഇതിൻ്റെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സാധിച്ചവൻ്റെ ജീവിതം വെറും സാക്ഷി പോലെയാണ്. എന്താ സാക്ഷി വലച്ചാൽ സങ്കല്പരഹിതമാണ്. നമ്മുടെ ജീവിതം മുഴുവനും സങ്കല്പമാണ്. സങ്കല്പം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ നാടകം ഒക്കെ അത് ശരിയാണെന്ന് സങ്കല്പിക്കുമ്പോഴേ രസമുള്ളൂ. വെറും സിനിമയെ പറഞ്ഞാൽ പിന്നെ കാണാൻ രസമില്ല. അപ്പോൾ നമ്മൾ ഈ ഇതുമാതിരി ജീവിതം പരമാത്മാവ് മാത്രമാണെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിൽ രസിക്കാനില്ലല്ലോ. അതാവുകയാണ്, അനുഭവിക്കുകയല്ല. ഇവിടെ അനുഭവിക്കുമ്പോൾ എന്ത് വേണം? അപ്പോൾ ഇവിടെ പറയാൻ പറഞ്ഞത് ജീവിതം വെറും സാക്ഷി പോലെയാണ്, സങ്കല്പരഹിതമാണ്. സങ്കല്പരഹിതൻ ആവുന്നത് വരെ നമ്മൾ എന്തുണ്ടാവുന്നു? ജനന മരണം തുടരും. ജനിക്കുക, ഒരു സങ്കല്പം വരുമ്പോൾ ജനിച്ചു, ആ സങ്കല്പം പോയാൽ മരിച്ചു, പിന്നെ സങ്കല്പം ജനിച്ചു, ഇങ്ങനെ എപ്പോഴും സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. ജനന മരണം തുടരും. ക്ഷേത്രജ്ഞ വിവേകം വേർതിരിച്ച് അറിഞ്ഞവൻ മാത്രമാണ് ജ്ഞാനി. കുറേ പുസ്തകം വായിച്ചു അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു, അവന് ജ്ഞാനി പറയില്ല. അതൊക്കെ ഒരു തരം ബാഹ്യമായ അറിവ്. ഇതങ്ങനെയല്ല, ഇതിൻ്റെ സ്വരൂപം തന്നെ അറിവ്. അയാളാണ് പരമജ്ഞാനി. അയാൾ സ്വാനുഭവം അല്ലേ. ഇപ്പോൾ നമുക്ക് വേറെ ഒന്നിൻ്റെ സഹായത്തോടെ വേണം അനുഭവിക്കാൻ. ഇതിനെ അനുഭവിക്കാനൊന്നും വേണ്ട. ഇതാകെ ഒരൊറ്റ ഒന്നേ നമുക്ക് ജീവിതത്തിൽ അനുഭവമുള്ളൂ. അതാണ് ഉറക്കം. ഉറക്കത്തിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതിന് വേറെ അല്ലെങ്കിൽ ഒന്നിനെ അപേക്ഷിച്ചിട്ടല്ല. ആത്മാവിനെ നിരപേക്ഷമായ സുഖം, ഒന്നിനെ അപേക്ഷിക്കാണ്ട്, അതാണ് ശരിയായിട്ടുള്ള സുഖം. അപ്പോൾ ആ ഇവിടെ പറയുന്നതാണ്, ഒരു സത്വനെ പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ അതിൽ നിൽക്കാൻ പാടില്ല, അതൊന്ന് വിട്ടു നിൽക്കണമല്ലോ. അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതോടുകൂടെ ബന്ധമുണ്ടാവും. വിട്ടിട്ട് മാറി നിന്നിട്ട് വേണം അതെന്താണെന്ന് അറിയാൻ. ശാസ്ത്രജ്ഞനൊക്കെയാണ് അവർ മനസ്സ് ബുദ്ധിയോടൊക്കെ ആ വസ്തു നിന്ന് മാറി നിന്നിട്ട് അതിനെ നോക്കുക. അപ്പോൾ അവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ ഏത് വലിയ കുടുംബത്തിൽ തെറ്റോ ശരിയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ കുടുംബത്തിലാണ് നിൽക്കണം. അപ്പോൾ അതിൻ്റേതായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സത്യാസത്യം ശരിക്കും പറയാൻ പറ്റില്ല, മാറി നിൽക്കണം. അതുതന്നെയാണ് ഒരു കോടതി സാക്ഷി എന്നൊക്കെ പറയുന്നത്. ഇതിനൊന്നും ബന്ധമില്ല. അയാൾക്ക് ഇതിന് ശരിക്കുള്ള പറയാൻ പറ്റും. ലേശമെങ്കിലും മമതയോ അഹന്തയോ ഉണ്ടെങ്കിൽ പൂർണ്ണ സത്യം പറയാൻ സാധിക്കില്ല, മനസ്സിലാവില്ല. കാരണം നമുക്ക് അതിനോട് ഒട്ടലുണ്ട്. അർജുനന് വന്ന വിഷമം തന്നെ അതാണ്. അയാൾക്ക് നല്ല പോലെ അറിഞ്ഞതും ഇവർ തെറ്റായി ചെയ്തതും അതിനാണ് യുദ്ധത്തിന് വന്നത്. പക്ഷേ പ്രത്യക്ഷമായിട്ട് അവരെ കണ്ടതോട് കൂടിയിട്ട് എൻ്റെ ബന്ധുക്കളല്ലേ ഇവരെ എങ്ങനെയാണ് കൊല്ലുക എന്ന് തോന്നി. അതാണല്ലോ ഇവിടെ അപകടം ഉണ്ടായത്. നമുക്കൊക്കെ തന്നെയാണ്. അതിനാണ് കാർപ്പണ്യം, കൃപണത എന്ന് പറഞ്ഞാൽ സങ്കുചിതത്വം, വിശാലത ഉണ്ടാവണം. അതില്ലെങ്കിൽ സാധിക്കില്ല. പറഞ്ഞാൽ ഞാനീ ഒരു വസ്തുവിനെ പൂർണ്ണമായി അറിയണമെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ദൃശ്യപ്രപഞ്ചത്തെ വിട്ടാൽ, അതായത് ദൃശ്യപ്രപഞ്ചത്തെ വീണ്ടും വീണ്ടും പറയണം, മനസ്സിലാവാൻ വേണ്ടിയാ. ഈ ദൃശ്യപ്രപഞ്ചത്തെ വിടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ പിടിച്ചിട്ടൊന്നുമില്ല, സങ്കല്പമാണ്. ആ ദൃശ്യസങ്കല്പം ഉണ്ടെന്നുള്ളത് സങ്കല്പിക്കുന്നുണ്ട്, അതില്ല സങ്കല്പിച്ചാൽ ഇല്ല. അതെ, സങ്കല്പിച്ചാൽ നമ്മുടെ സങ്കല്പമൊക്കെ പോയി. അപ്പം നമുക്ക് ഉറക്കത്തിൽ ശരീരത്തിൻ്റെ വേദന ഇല്ല, മനസ്സിൻ്റെ ബുദ്ധിമുട്ടില്ല, ബുദ്ധിയുടെ വിഷമങ്ങളില്ല. കാരണം അതിനോട് വിട്ടു തോന്നും. അപ്പോൾ വിട്ടു നിന്നാലേ സാധിക്കുള്ളൂ. മുഴുവൻ വിട്ടു നിന്നാലേ നിങ്ങൾ സത്യം അറിയുള്ളൂ. അപ്പം നിങ്ങൾ സത്യം അറിഞ്ഞു, എന്തെന്ന്, ഞാൻ സുഖസ്വരൂപനാണ്, ഞാൻ സുഖമായിട്ട് അനുഭവിച്ചു. ഇത് അനുഭവമാണ്, ഇത് കഥയല്ല. സങ്കല്പനായ ആത്മാവിൽ വാസന മുഴുവൻ തീർന്നാൽ പിന്നെ ശരീരത്തിൻ്റെ ആവശ്യമില്ല. ഈ വാസനകളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നാം ശരീരം എടുത്തുള്ളത്, അതായത് സങ്കല്പങ്ങളെ അനുഭവിക്കാൻ. ആ സങ്കല്പം മുഴുവൻ തീർന്നാൽ പിന്നെ അയാൾക്ക് എന്തില്ല, ശരീരത്തിൻ്റെ ആവശ്യമില്ല. പൂന്താനം ഭംഗിയായിട്ട് പറയുന്നുണ്ട്, പ്രാരബ്ധങ്ങളശേഷമൊടുങ്ങുമ്പോൾ വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, വാസനയൊക്കെ തീർന്നാൽ നിങ്ങൾ പൂർണ്ണനായി. ഇപ്പം നിങ്ങൾക്കൊരു സങ്കല്പമില്ല എന്ന് വിചാരിച്ചാൽ
ഇതിൻ്റെ പേരാണ് ഈ ധ്യാനം. അപ്പം നമുക്ക് ഉറക്കം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുക. അപ്പോൾ എല്ലാം മറന്നു, അപ്പോൾ ഒരു ആനന്ദമായി, സങ്കല്പമില്ല. നമുക്ക് ഉണർന്നിരുന്നിട്ട് സങ്കല്പങ്ങളെ നീക്കാൻ സാധിക്കണം. അത് സാധിക്കേണ്ട കഥയാണ് ഇവിടെ ശരീരത്തിനെയും ശരീരയും വേർതിരിക്കാനാണ് ഈ കഥ മുഴുവൻ പറഞ്ഞത്. അത് നമുക്ക് സാധിക്കും. അതിനാണ് സമാധി എന്ന് പറയുന്നത്. അത് പറയാൻ പോകുന്ന അടുത്ത പറഞ്ഞതിൽ സങ്കല്പരഹിതനായ ആത്മാവിൽ വാസന മുഴുവൻ തീർന്നാൽ പിന്നെ ശരീരത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഒന്നുകൂടി വായിക്കാൻ ഞാൻ ശ്ലോകം. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈസ. ആരാണോ പ്രകൃതിയെയും പുരുഷനെയും ഗുണങ്ങളോട് സംബന്ധിച്ചിട്ട് വേറെയാണ് മനസ്സിലാക്കുന്നത്, അയാൾ സർവ്വഥാ വർത്തമാനോപി. അയാൾ എങ്ങനെയൊക്കെ ഇരുന്നോട്ടെ വെച്ചാൽ ഉണർന്നാലും വേണ്ടില്ല, ഉറങ്ങിയിരുന്നാലും വേണ്ടില്ല, ബന്ധുക്കൾ, എങ്ങനെ ജീവിതത്തിൽ പലതരം വൃത്തികളുണ്ടല്ലോ, അങ്ങനെ പ്രധാനമതി അയാളെന്തെങ്കില്ല സർവഥാ വർത്തമാനോപി ന ഭൂയോ അഭിജായതേ. അയാൾക്ക് ഇതൊന്നും അയാളെ ബാധിക്കുന്നില്ല. കാരണം അയാൾ സങ്കല്പരഹിതനായി. സങ്കല്പമുള്ളപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ആ സങ്കല്പരഹിതനായാൽ പിന്നെ അയാൾക്ക് യാതൊന്നുമില്ല. ഇനി ഇവിടുന്ന് അങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ തന്നെ ശരീരയെ വേർതിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത് പറയുന്നത് ധ്യാനേന ആത്മനി പശ്യന്തി കേജാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരെ. എങ്ങനെയാണ് ഭഗവാനെ അല്ലെങ്കിൽ ഇത് ഈശ്വര അല്ലെങ്കിൽ സാക്ഷാത്കാരം ഉണ്ടാവുക എന്നുള്ളതിന് 4-5 തരം പറയാം. ധ്യാനേന ആത്മനി പശ്യന്തി കേജിത് ആത്മാനമാത്മന. ചിലർ ആത്മാവിനെ ആത്മാവിൽ തന്നെ ധ്യാനം കൊണ്ട് കാണുന്നു. എന്താണെന്നുള്ളത് ഞാൻ പറയാം. ധ്യാനം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഈ ധ്യാനം? നമ്മളൊക്കെ വിചാരിച്ചുള്ള കണ്ണടച്ച് അങ്ങനെ ഇരിക്കുകയെന്നാണ്. അതല്ല ധ്യാനം. ധ്യാനം എന്ന് പറയേണ്ട ശരിക്കുള്ള അർത്ഥം എന്താ? സങ്കല്പങ്ങളില്ലാതെയാവുക. ആ മുഴുവൻ സങ്കല്പം കൊണ്ട് പോയാൽ പിന്നെ ധ്യാനമല്ല, സമാധി. ഒരു ചുരുക്കം എന്നില്ലെങ്കിൽ ഒരു ബിന്ദുവെങ്കിലും ഉണ്ടാവണം എന്തിനാ ധ്യാനിക്കാൻ. എന്താ പറയുക, ഒന്നുമില്ലാതെ ഒന്നിനെയും പറ്റി വിചാരിക്കാതെ ധ്യാനിക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ നമുക്ക് ഈശ്വരൻ്റെ ഒരു രൂപം തന്നെ വേണം, മറ്റു രൂപങ്ങളെ കൊണ്ടിട്ട് ഉണ്ടാവണം. അവസാനമായ ഒരു പോയിന്റെങ്കിലും ഉണ്ടാവും. ഏകാദശിയിൽ ഭഗവാൻ പറയാ കാല് മറക്കൂ, കാരണം പറഞ്ഞ് മുഖം മറക്കൂ, അവസാനം ആ പുഞ്ചിരി മാത്രം എന്ന് പറയും. കാരണം അതും ഇങ്ങോട്ട് പോട്ടെ എന്ന് പറയും ഇവിടെ. എന്നാൽ മുഴുവനായി. അന്ന് ധ്യാനേന ആത്മനി പശ്യന്തി. ചിലർ ധ്യാനം കൊണ്ട് ഇത് അല്ലെങ്കിൽ സങ്കല്പരഹിതനായിട്ട് ഈ ശരീരിയെ അവർ വേർതിരിക്കുന്നു, അറിയുന്നു, അനുഭവം. ഇതിപ്പോൾ സാധാരണക്കാരന് എളുപ്പമല്ല. അതുകൊണ്ട് ഭഗവാൻ ഇത്ര വയ്യ എങ്കിൽ അഹന്ത, ഞാൻ ശരീരമാണ് എന്ന സങ്കല്പമെങ്കിലും വിടൂ. അതാണ് എന്താണ് പറഞ്ഞത്, ധ്യാനേന ആത്മനി പശ്യന്തി ചെയ്താണ്. അന്യ സാഖ്യയോഗം കൊണ്ട്. സാഖ്യയോഗം ആത്മാവെന്ത് ശരീരം എന്തെന്ന് അന്വേഷിക്കുന്ന ജ്ഞാനയോഗമാണ് സാഖ്യം. ധ്യാനമാണ് വേണ്ടത്, ഏറ്റവും നല്ലത്. അത് പറ്റില്ലെങ്കിൽ സാഖ്യം, ശാസ്ത്രങ്ങളെ കൊണ്ട് നിങ്ങൾ സാധിക്കും. അതും പറ്റില്ലെങ്കിൽ ആണ് കേജിത് ആത്മാനം ആത്മന അന്യ സാഖ്യേന യോഗേന കർമ്മയോഗേന അപരേ. ചാലോ കർമ്മയോഗം കൊണ്ട് ഇവിടെ 3 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരം കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ മനസ്സെന്ന് വെച്ചോളൂ, മനസ്സിനാണല്ലോ മോഹമൊക്കെ വരുന്നത്. മറ്റേന് ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത് 3 വിട്ടത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധി, എല്ലാം വിട്ടുള്ള സങ്കല്പരഹിതൻ ധ്യാനം കൊണ്ട്. അത് പ്രയാസമാണെങ്കിൽ ബുദ്ധി കൊണ്ട്, അതിനെയാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. അതും വയ്യെങ്കിൽ എന്ത് ചെയ്യുക, ഈ പ്രവൃത്തി കൊണ്ട്, ശരീരം കൊണ്ട്, അതിനെയാണ് കർമ്മയോഗം എന്ന് പറയാം. ഇവിടെ ഭക്തിയോഗത്തിനെ പറഞ്ഞിട്ടില്ല. കാരണം ഭക്തിയോഗം ഇതിൽ എല്ലാറ്റിലും വിടും. ധ്യാനത്തിലും ജ്ഞാനത്തിലും കർമ്മയോഗത്തിലും ഈശ്വരഭാവം ഇല്ലാണ്ട് ഒന്നും സാധിക്കും. അത് സമർപ്പണമാണ്. അപ്പോൾ അതിന് ഭക്തിയോഗത്തെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും കാര്യം കൊണ്ട്. അപ്പോൾ ഒന്നാമതുള്ളത് ധ്യാനം, അത് വളരെ പ്രയാസം. ഇല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് നിങ്ങൾ ഈ ശരീരയെ മാറ്റൂ, അത് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. അത് പറ്റില്ലെങ്കിൽ കർമ്മയോഗം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയാം, ഒന്ന് അഹന്ത മാറ്റാൻ ശ്രമിക്കൂ. അഹന്ത മാറാൻ പറ്റില്ലെങ്കിൽ മമത മാറ്റൂ, എന്നാലും സാധിക്കും. ഇങ്ങനെ പറ്റിട്ട്. അപ്പോൾ ഇതൊന്നും വയ്യെങ്കിലോ, ഒരാൾക്ക്
എന്നാ അയാൾക്കും വഴിയുണ്ടെന്ന് പറയുന്നത് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ. അന്യേത്വേവ മജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേബി ച അതിരന്ദേവ മൃത്യും ശ്രുതിപരായണ. അന്യേ ത്വേ ഏവം അജാനന്ദ, ഇങ്ങനെയൊന്നും അറിയാൻ സാധിക്കാണ്ട് ധ്യാനം, ജ്ഞാനം, കർമ്മം സാധിക്കാത്തവർ അവരെന്തുള്ളൂ ശ്രുത്വാമ്യ ഭഗവാന്റെ ഈ വക. ഇപ്പം നമ്മൾ കേൾക്കണില്ലേ, കേട്ടാൽ മതി പറയും. കേൾക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം, ശ്രവണം എന്നുള്ളതിനെ നമ്മൾ ധരിക്കുന്നത് കേൾക്കുക എന്നാണ്. അങ്ങനെയല്ല, ചെവി കൊണ്ട് ഈശ്വരനെ അനുഭവിക്കുക എന്നർത്ഥം. ഇപ്പോൾ ഒരു സാധനം അനുഭവിച്ചാൽ പിന്നെ അതിന് സംശയമില്ല. അപ്പോൾ ഈശ്വരനുണ്ടെന്ന് ചെവി കൊണ്ട് ബോധ്യം വരണം. ഇപ്പോൾ നമുക്ക് ശ്രവണമല്ല, നമ്മൾ വെറുതെ ഒന്ന് കേൾക്കണുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു ശബ്ദം കേട്ടു എന്നല്ലാണ്ട് എന്താ അറിയില്ല, ശബ്ദം ഇന്നതാണെന്ന് ബോധ്യം വന്നാൽ പിന്നെ ആ ശബ്ദത്തിൽ മനസ്സിലില്ല. അതുപോലെ ഈശ്വരനെ പറ്റിയുള്ള ശബ്ദം ഇപ്പം നമുക്ക് വെറും കേൾവിയുള്ളൂ, അത് ശ്രവണമായിട്ടില്ല. കേൾക്കലും ശ്രവിക്കലും വ്യത്യാസമുണ്ട്. കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇന്ദ്രിയ വേദന, ശ്രവണം എന്ന് പറഞ്ഞാൽ അതിൽ മനസ്സ് ചേരുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും സാധിച്ചാൽ ഇത് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ഇത് കേൾക്കാനേ പറ്റുള്ളൂ. കർമ്മയോഗവും ജ്ഞാനയോഗവും തന്നെ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് പറഞ്ഞു, തേപി ച അതിരിന്ത്യേവ മൃത്യും ശ്രുതിപരായണ. ശ്രുതിപരായണ, ശ്രുതി കേൾപ്പ, പരായണം പരമമായ അയനം, രക്ഷ എന്നു വിചാരിച്ചാൽ അയാളെന്ത് ചെയ്യുന്നു, അയാളും മൃത്യുവിനെ കിടക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും ആവർത്തിക്കേണ്ട കാര്യമാണ് ഈ മൃത്യു എന്നൊക്കെ. മരണം എന്നൊന്നും ഇല്ലപ്പെടെ. കാരണം അങ്ങനെ സാധിക്കില്ല. ഉള്ളതിന് മരിക്കാൻ വയ്യ, ഇല്ലാത്തത് ഉണ്ടായിട്ടില്ല, പിന്നെ മരിക്കേണ്ട പ്രശ്നവുമില്ല. മരണം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളിൽ മാറ്റം എന്നർത്ഥമാണ്. നാമരൂപങ്ങളിൽ മാറ്റം വരും. പണ്ടം വളയാവാം. അപ്പം പണ്ടം മരിച്ചിട്ട് വളയായി, വള മരിച്ചിട്ട് മോതിരായി, മോതിരം മരിച്ചിട്ട് മൂക്കുറ്റിയായി എന്ന് പറഞ്ഞാൽ അതൊക്കെ മരിക്കുകയൊന്നുമല്ല. സാധനം ആ ഒരേ ഒരു പാപ്പി കൊണ്ട് തന്നെയാവും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ സ്വർണത്തിന് മാറ്റം വന്നിട്ടില്ല. നാമരൂപങ്ങൾ, ആ നാമരൂപങ്ങളെ കൊണ്ടാണ് നമുക്ക് ഭയമൊക്കെ ഉണ്ടാവുന്നത്. കാരണം ഞാൻ പൂർണ്ണനാണെന്ന് പറഞ്ഞാൽ നാമരൂപം എപ്പോഴും സങ്കുചിതമാണ്. അത് ഇല്ലാതെയാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയേണ്ടത്. ഇനി യാവൽ സഞ്ജായതേ കിഞ്ചിൽ സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞയോർ സംയോഗാൻ തദ്ഭിദ്ധി ഭരതഋഷഭ. 26-ാമത്തതിലെ പുരുഷൻ എന്നുള്ളത് ആണല്ല, പുരുഷൻ എന്നുള്ളത് ജ്ഞാനമാണ്. പുരുഷൻ പൂർണ്ണനാണ്. അതിൽ നിന്നും ഒന്നും ഉണ്ടാവാൻ വയ്യ. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? പ്രകൃതി ജഡം അല്ലെങ്കിൽ സാപേക്ഷമാണ്. അതിൽ നിന്നും ഒന്നും ഉണ്ടാവാൻ വയ്യ. പൂർണ്ണത്തിൽ നിന്നും വയ്യ, പ്രകൃതിയിൽ നിന്നും ഒന്നും ഉണ്ടാവാൻ വയ്യ. പ്രകൃതി ജഡം സാപേക്ഷമാണ്. പിന്നെ ജഗത്ത് എങ്ങനെ വന്നു? ഇതൊരു വലിയ സംശയമാണ് അല്ലേ. ഈശ്വരന് ജഗത്താവാൻ വയ്യ. ഈശ്വരൻ പൂർണ്ണനാണ്. ജഗത്ത് എന്നുള്ളത് ജഡാണ്, അതിന് തന്നെ ഉണ്ടാവാനും വയ്യ, വേറൊരാളുടെ സഹായമില്ല. അപ്പം പിന്നെ എവിടുന്ന് ഇപ്പോൾ ഈ ജഗത്ത് വന്നത് എന്ന ഒരു സംശയം എങ്ങനെ വന്നു? അതോ സങ്കല്പശക്തിയാൽ. ഞാൻ ഉദാഹരണം പറയാറുണ്ട്, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്, കുറ്റിയിൽ ഭൂതമില്ല, പക്ഷെ ഭൂതത്തെ കാണുന്നു. അതെന്താ കാരണം? സങ്കല്പിക്കുക. അതെപ്പോഴാണ് സാധിക്കുക? ലേശം ഇരുട്ടുണ്ടാവുമ്പോൾ. നല്ല ഇരുട്ടിലും കാണില്ല, നല്ല വെളിച്ചത്തിലും കാണില്ല. അപൂർണജ്ഞാനം, അതിൻ്റെ പേരാണ് മായ. അപ്പോൾ എന്താ പറയുന്നു, ആ കുറ്റിയിൽ നിന്ന് കുറ്റീനെയാണല്ലോ ഭൂതത്തിന് ഉണ്ടാക്കിയത്. അപ്പോൾ കുറ്റിയാണ് ഭൂതം ഉണ്ടാക്കിയതെന്ന് പറയാം. വാസ്തവത്തിൽ കുറ്റി ഭൂതം ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ മനസ്സുണ്ടാക്കിയത്. മനസ്സിനല്ലേ തോന്നിയിട്ടുള്ളൂ, കുറ്റിയിലൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എന്താണ്, വെളിച്ചം വരുമ്പോഴും ഭൂതം അവിടെ നിൽക്കണ്ടേ, അപ്പോൾ ഭൂതത്തിനെ കാണാനുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സങ്കല്പം മാത്രമാണ്. ഏത്? ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ശരീരം എന്നുള്ളത് സങ്കല്പമാണെന്ന് പറയാനായി കൊണ്ടുവരുന്നൊക്കെ. അതിനെ ഒരു ഭംഗിയായിട്ട് ഉദാഹരണം പറയാം സ്വാമിജിയുടെ. കയറ് ഉള്ളതാണ്, അതിൽ പാമ്പ് ഇല്ല. പക്ഷേ നമ്മൾ പാമ്പിൻ്റെ ഗുണങ്ങൾ ആ കയറിലേക്ക് അങ്ങോട്ട് സ്ഥാപിക്കുമ്പോൾ ആ കയറ് ഇങ്ങനെ ഇളകണു തോന്നും. പാമ്പിൻ്റെ ഇളക്കം അല്ലേ, കയറിളകാൻ വയ്യല്ലോ. പാമ്പിൻ്റെ ഇളക്കം കയറിൽ നമ്മൾ ആരോപിക്കുകയാണ്. പാമ്പ് ഇല്ലാത്തതാണ്, അതിൽ ചലനശക്തി അല്ലെങ്കിൽ ഇല്ല. കയറിൽ
സങ്കല്പിക്കുകയാണ് ഇതിനെ, ഈ പാമ്പിൻ്റെ ഗുണങ്ങളെ. അതോടെ കയറ് പാമ്പായി എന്ന് തോന്നുകയാണ്, മാറിയിട്ടില്ല. ഈ വെളിച്ചമില്ലാത്തതുകൊണ്ട്, അതായത് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ശരീരമായി എന്ന് തോന്നിയത്. ഇവിടെ ശരീരത്തിനുള്ള ചലനങ്ങളൊക്കെ ആത്മാവിൻ്റെയാണ് അല്ലേ. ആ ആത്മാവ് അങ്ങോട്ട് പോയാൽ ഇത് ജഡായിട്ട് കിടക്കുമല്ലോ. നമ്മൾ പറയാറുണ്ട് ഈ ഇളക്കണ്ടല്ലോ, അതിനെ ചേതന എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. അതിനൊരു ഉദാഹരണം പല പ്രാവശ്യം പറഞ്ഞതായിരിക്കാം. അപ്പോൾ വാച്ച് ഇങ്ങനെ ഇളകൊണ്ട് കാണുന്നു, അത് ചലനാണ്, ചേതനയല്ല. കാരണം അതിനെ ചേതന ഉള്ള ഒരാൾ വൈൻഡ് ചെയ്താലേ അത് ആവുള്ളൂ, അതിന് സാധിക്കില്ല. അത് മരുന്ന് ഗ്രാമഫോൺ പണ്ട കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇതില്ലേ എന്താ അല്ല ഇപ്പോൾ നമ്മൾ ടേപ്പ് റെക്കോർഡറിൻ്റെ ചില നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറി വരും, ചിലപ്പോൾ കരച്ചിൽ വരും. അതൊന്നും ടേപ്പ് റെക്കോർഡിൻ്റെ അല്ല, അതിലൊരാൾ അത് പറഞ്ഞ് ചെയ്തു വെച്ചിട്ടുണ്ട്. ടേപ്പ് റെക്കോർഡിനൊന്നും വയ്യ, അയാളാ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഞാനിപ്പോൾ ശരീരമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആത്മാ ചൈതന്യം അതിൽ ഉണ്ടാവേണ്ട സാധിക്കുന്നത്, ഇല്ലെങ്കിൽ സാധിക്കില്ല എന്നർത്ഥം. അപ്പോൾ അതുപോലെ കയറ് ഇളകില്ല, സർപ്പം ഇളകും. സർപ്പത്തിൻ്റെ ഇളക്കം കയറിൽ നമ്മൾ ആരോപിച്ചു, അപ്പോൾ അത് പാമ്പാണെന്ന് നാം തെറ്റിദ്ധരിച്ചു. അതുപോലെയാണ് ഇവിടെ ഈ ജീവിതം എന്ന് പറയാനാണ് പറഞ്ഞത്. അതോടെ കയറ് പാമ്പായി തോന്നുകയാണ്. ഭ്രമം, മായ, ഇത് ബുദ്ധിയെ ആശ്രയിക്കാത്ത മനസ്സിൻ്റെ ഭ്രമമാണ്. അവിടെ നമുക്ക് ബുദ്ധി ശരിക്കും പ്രവർത്തിക്കണില്ല. ബുദ്ധി പ്രവർത്തിക്കുന്ന വെച്ചാൽ എന്താർത്ഥം? ഇവിടെ ബുദ്ധി പറഞ്ഞാൽ അറിയുമോ? ഈ കയറിനെ പാമ്പായത് ലേശ അന്ധകാരത്തിലാണ്, തനിച്ച അന്ധകാരത്തിൽ കാണില്ല, നല്ല വെളിച്ചത്തിലും കാണില്ല, ലേശ അന്ധകാരം. അതുപോലെ നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ശരീരം തോന്നില്ല, തീരെ ബുദ്ധി ഇല്ലെങ്കിലും ശരീരം ഒന്നും തോന്നില്ല ആൾക്ക്. ഇൻ ബിറ്റ്വീൻ അല്ലേ, നടുക്കിൽ നിൽക്കുന്ന ആളില്ലേ, മുഴുവൻ എത്തിയിട്ടുമില്ല. ഇവിടുന്ന് അമ്മാത്തന്ന് പോരും ചെയ്തു, ഇല്ലത്ത് എത്തിയിട്ടില്ല എന്നൊരു പറയാറുണ്ട്. അതെ, മധ്യം ഇങ്ങനെ കാണുന്നത് മത്സരിക്കുന്നത് എന്തിനു നാമൃത എന്നൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസ്ഥ കണ്ണാകുന്ന ബുദ്ധിയുടെ വെളിച്ചം ഇല്ലാത്തപ്പോഴാണല്ലോ തെറ്റിദ്ധാരണ വരുന്നത്. ഇതുപോലെ മായാകൽപിതം ആയ പ്രകൃതിയിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ദേഹത്തിൽ ക്ഷേത്രജ്ഞൻ അഭിമാനിക്കുമ്പോഴാണ് വസ്തുത ക്ഷേത്രജ്ഞൻ ഉണ്ടാവുന്നത്. സങ്കല്പികളാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞനൊന്നുമില്ല, ക്ഷേത്രം തന്നെ ഇല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. സങ്കല്പിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാവുന്നത്. ഈ ഭ്രമമായ ക്ഷേത്രജ്ഞ വേശ്യയിൽ നിന്നാണ്. തമ്മിൽ ബന്ധമുണ്ട്, പാമ്പും കയറും കൂടെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് ഭയങ്ങൾ, പരിഭ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് സർവചരാചരങ്ങളുടെയും സൃഷ്ടി, പ്രകടനം. സൃഷ്ടി ചെന്നർത്ഥം ഉണ്ടാക്കല്ല, പ്രകടാക്കുക. പ്രൊജക്ഷൻ, സിനിമ പ്രൊജക്റ്റ് ചെയ്യാണ്, സിനിമ ക്രിയേറ്റ് ചെയ്യല്ല. അയാളുടെ ഉള്ളിലുള്ള കയ്യിലുള്ള ഫിലിമില്ലേ, അതിലെന്താ വെച്ചാൽ പ്രൊജക്റ്റ് ചെയ്യാനല്ലാണ്ട് പൊതുവൊന്നും കാട്ടാൻ അയാളെ കൊണ്ട് സാധ്യതയില്ല. അതുപോലെ ഈ ഇവിടെ പ്രപഞ്ചത്തുള്ളത് ഈശ്വരൻ്റെ തന്നെയാണ്. അതിൻ്റെ ഒന്നും നമുക്ക് പുതുണ്ടാക്കാൻ വയ്യ, പ്രൊജക്ഷൻ അല്ലേ. ശ്രീകൃഷ്ണൻ്റെ ജനനത്തിന് പറഞ്ഞല്ലോ, ആവിരാസിൽ പ്രകടായി, അവതരിച്ചു എന്നില്ല. ശ്രീകൃഷ്ണൻ അവതരിച്ചു എന്നല്ല പറഞ്ഞത്, പ്രകടായി എന്നാ ഭാഗവതിൽ. കാരണം മുമ്പുണ്ടവിടെ ഇരുട്ടായിരുന്നു, അത് പ്രകാശമായി, ആ പ്രകാശം. അപ്പോൾ അതുമാതിരി തന്നെ ഈ ശരീരവും ശരീരയും തമ്മിലുള്ള വ്യത്യാസം ഉള്ളുന്ന ആ ബോധം കൊണ്ട് വന്നാൽ തന്നെ പ്രകടവും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അയാൾക്ക് പിന്നെ ദുഃഖമില്ല. ഈ വസ്തുത ബോധിച്ചാൽ, അതായത് ഈ വസ്തുത ബോധിച്ചാൽ, വീണ്ടും പറയട്ടെ, സങ്കല്പത്തെ അകറ്റിയാൽ, സങ്കല്പം അതൊക്കെ ഉണ്ടല്ലോ, അതിനെ അകറ്റിയാൽ മതി. നിത്യമുക്തൻ അയാൾ. അയാൾക്ക് ഇതിനെ നിത്യമുക്തൻ എന്ന് പറഞ്ഞാൽ പോരാ. മുക്തനാണ് എന്ന് പറയുമ്പോൾ മുമ്പ് ബദ്ധനാണോ എന്ന് ചോദ്യം വരും ഇല്ലേ? അതില്ല, ഇയാൾക്ക് ബദ്ധനെന്നൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാനാണ് നിത്യമുക്തൻ എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ എന്താ വേണ്ടു? സ്വപ്നം കാണണം, അതിനൊരു രക്ഷ കിട്ടണം. എന്താ മാർഗം? ഒന്നും വേണ്ട, ആരെങ്കിലും ഉണർത്തുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ഉണരുക, ഇത്രയേ വേണ്ടൂ. ഇപ്പോൾ ഈ ജീവിതത്തിൽ ശരീരമുള്ള ഇതെന്നാണ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്താ വേണ്ടത്? ഒന്ന് ഉണർക്കണം. നമ്മൾ സ്വയം ചെയ്തിട്ടാണെങ്കിൽ മെല്ലെ അഷ്ടാംഗയോഗമോ ഭക്തിയോ ജ്ഞാനത്തിൽ കൂടി സ്വയം ഉണരാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാത്മാവ് നിങ്ങൾക്ക് ഉപദേശിച്ചിട്ട്
അപ്പോഴും ഉണരാം. എളുപ്പമുണ്ട് മഹാത്മാവ് ഉപദേശിക്കാനും മറ്റു വളരെ കാലം പിടിക്കും. അദ്ദേഹം പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് പറയുമ്പോൾ വളരെ വേഗത്തിൽ സാധിക്കും. അതിനാണ് ഗുരുനാഥനുമാണ് പറഞ്ഞത്. അതപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് സ്വപ്നത്തിൽ നിന്ന് ഉണരലേ വേണ്ടു, സ്വപ്ന ദുഃഖം മാറി കിട്ടാനായിട്ട്. അതുപോലെ ജീവിതത്തിൽ ഈ ശരീരബന്ധം മാറാനായിട്ട് ആരാണ് ശരീരി, എന്താ ശരീരം എന്നറിഞ്ഞാൽ മതി. അതിനാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു തരുന്നത്. വളരെ വേഗതാണ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരീരത്തിൻ്റെ ദുഃഖമൊന്നും ഇല്ല എന്ന് പറയണം. ഇനി 27 സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യസ്തു വിനശ്യന്തം യ പശ്യതി സ പശ്യതി. ഇവിടെ സ്വർണ്ണം ഉണ്ടല്ലോ, അത് പലതര പണ്ടങ്ങളാവും. അപ്പം നമ്മളതിന് പറയുന്നത് പണ്ടങ്ങളുടെ ഒരു നാടകം നടക്കുന്നു. അതായത് നാമരൂപം മാറ്റം നടക്കുന്നു. അതാണത് സ്വർണത്തിൻ്റെ നാമരൂപങ്ങൾ മാറുന്നതന്നെയാണ് നമ്മളെന്ത് പറഞ്ഞത് പണ്ടത്തിൻ്റെ പ്രകടനം. അതിങ്ങനെ മാറി വരും നടക്കുന്നത്. സ്വർണമായ ഇത് സ്വർണം ആകുന്ന ആശ്രയത്തിലാണ് ഈ ഇത് മാറുന്നത് അല്ലേ. സ്വർണത്തിനൊന്നും മാറ്റം വരുന്നില്ല, അതിൻ്റെ രൂപങ്ങൾക്കും നാമത്തിനും മാറ്റം വരുന്നു. അതുപോലെ തന്നെ സിനിമ നടക്കുന്നത് സ്ക്രീനിലാണ് അല്ലേ. ആ സ്ക്രീനില്ലെങ്കിൽ വയ്യ. പക്ഷേ സ്ക്രീനിൽ എന്തുണ്ടാവുന്നു, ആ ആശ്രയത്തിലാണ് പരമാത്മാവായ. അവിടെ വെള്ളം വരുന്നു, സ്ക്രീൻ നനയില്ല. തീ വരുന്നു, ഒരു തരി വെണ്ണീറ തമ്മിലുണ്ടാവില്ല. കൊലപാതകം നടക്കുന്നു, ഒരു എറ്റ് ചോര അതിൽ വരില്ല. അതൊക്കെ അതിൽ ആരോപിക്കണം, വാസ്തവത്തിലില്ല. അതുപോലെ ശരീരത്തിൽ ആണ് ഞാൻ എന്ന് ആരോപിക്കുകയാണ്. ആ ആരോപണം അതിനൊരു ആശ്രയമുണ്ടല്ലോ. ഈ നടക്കാൻ സാധിക്കും. ശരീരത്തിന് നിൽക്കാൻ പറ്റുന്നത് ശരീരിയാകുന്ന ആശ്രയത്തിലാണ്. ആ ആശ്രയം ഇല്ലാക്കുക, ശരീരം എന്നൊന്നുമില്ല. അപ്പോൾ ആ ആശ്രയമാണ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി, പിന്നെ ദുഃഖം സുഖമൊന്നുമില്ല. ദുഃഖം സുഖമൊക്കെ ബന്ധനം. അതുകൊണ്ടാണ് ആനന്ദേ പാടുള്ളൂ പറയുന്നത്. സ്ക്രീനിൽ ആശ്രയത്തിലാണ്, പരമാത്മാവായ ആശ്രയത്തിലാണ് ലോകനാടകം നടക്കുന്നത്. ഇത് കാണുന്നവൻ, ഇത് കാണുന്നവൻ ചില അവളും കണ്ണോണ്ട് കാണില്ല, ഇത് ബോധ്യമാകുന്നവൻ. സാക്ഷി ആവാം, ബോധ്യം വരെ. സാക്ഷിക്കല്ലേ ഇത് ബോധ്യം വരുള്ളൂ. ബോധ്യം വന്നവനാണ് ആര്, സത്യം കാണുന്നവൻ. ഇപ്പം നമ്മൾ അത് സത്യമല്ല കാണുന്നത്, മിഥ്യ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക. ആ സത്യമാണ്. ഇത് ഒരു പുതിയ വസ്തുവിനെ ഉണ്ടാക്കലല്ല. ഇവിടെ അവന് ഒന്നിനും ഉണ്ടാക്കേണ്ടതില്ല. വസ്തുക്കളെ ഇന്ദ്രിയങ്ങളും വികാരങ്ങളെ മനസ്സും വിചാരങ്ങളെ ബുദ്ധിയുമാണ് കാണുന്നത്. മനസ്സിലാവേണ്ടത് വസ്തുക്കളുണ്ടല്ലോ അതിനൊക്കെ, അതായത് ജഡഭേദ, അതിനെ ഇന്ദ്രിയങ്ങളാണ് കാണുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, വികാരങ്ങൾ, അതൊക്കെ മനസ്സാണ് കാണുന്നത്. അതുമാതിരി അതിനെപ്പറ്റിയുള്ള വിചാരങ്ങൾ, അത് ബുദ്ധിയാണ് കാണുന്നത്. ആത്മാവിനെ ആര് കാണും? ഇപ്പോൾ സിനിമ കാണുമ്പോൾ രണ്ടും കൂടി കാണുക, സിനിമയും ആ സ്ക്രീനും കൂടി കാണുക. ഒന്നുകിൽ സിനിമ കാണുക, അപ്പോൾ സിനിമയെ വയ്ക്കൂ. സ്ക്രീൻ കാണുമ്പോൾ സിനിമ ഇല്ല, സിനിമ കാണുമ്പോൾ സ്ക്രീനുമില്ല. അതുപോലെ ഇപ്പം നമ്മളെങ്ങനെയാണ് ദേഹമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആത്മാവല്ല. ആത്മാവാണെന്ന് തോന്നുന്നു നമുക്ക് ദുഃഖമില്ല. അത് വളരെ ശരിയാണല്ലേ, നമുക്ക് മനസ്സിലാവുന്നില്ലേ ഈ കാര്യങ്ങൾ? അപ്പോൾ എന്ത് വേണം? ഇനി ഒരു രസം കൂടിയുണ്ട്. സിനിമ കാണുമ്പോഴും നമുക്കറിയാം ഇതൊക്കെ നാടകമാണ്, നാടകമാണ്, അതിൻ്റെ പിന്നാപ്പത്തെ സ്ക്രീൻ കൊണ്ട് അത് സാധിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കും. അതേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ ജീവിക്കുമ്പോൾ. മറ്റൊന്നും സാധ്യമില്ല. സിനിമ ഈ ജീവിതമൊന്നും ഇല്ലാണ്ട് പിന്നെ സ്ക്രീൻ കണ്ടിട്ട് സ്ക്രീൻ ആവുകയാണ്, സ്ക്രീന് കാണുകയല്ല. അപ്പം അതുപോലെ ആത്മാവിനെ അറിയലല്ല, ആത്മാവ് ആവലാണ്. അത് എപ്പോഴാണ്? വിദേഹമുക്തി എന്ന് പറയും. ദേഹത്തിൻ്റെ ഭാവന ഇല്ലാത്ത ഒരു മുക്തി ഉണ്ട്. ദേഹത്തിൽ ഇരുന്നിട്ട് തന്നെ സാധിക്കണം. മരിച്ചിട്ട് ശേഷം പോരല്ലോ ഇതൊക്കെ വന്നത്. ഈ ജീവിതത്തിൽ ഇരുന്ന് തന്നെ ഇത് നാടകമാണെന്ന് ബോധ്യം വരണ്ടേ. അപ്പോൾ ഇതിൽ നോക്കുന്നുള്ളൂ ശരീരങ്ങളിൽ ശരീരിയും വിദ്യാഭ്യാസപ്പെടുന്നത് ഇവിടെ തന്നെ ഇരുന്നിട്ട് വേണം. മരിച്ച ശേഷം എന്താ മരണം എന്നറിയില്ല, മരിച്ച ശേഷം ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ തന്നെ സാധിക്കണം. ഇഹൈവ ഇവിടെ തന്നെ വെച്ചിട്ട് വേണം. അതാണ് ഭഗവാൻ പറഞ്ഞത്. അതെങ്ങനെ സാധിക്കും? ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞു. ആത്മാവിനെ ആര് കാണും? അതോ ആത്മാവിനെ കാണാൻ പറ്റും. അതിനൊരു കാരണമാണ്, കാരണങ്ങളെല്ലാം അടങ്ങിയാൽ
അതായത് സങ്കല്പം തീർന്നാൽ സ്വയം പ്രകാശിക്കലാണ് ആത്മദർശനം ആണ്. ഇപ്പോൾ നമുക്ക് കാണണമെങ്കിൽ കണ്ണ് വേണം, കാണപ്പെടുന്നൊരു വസ്തു വേണം, ജ്ഞാനം വേണം. ആത്മാവിനെ കാണുന്നതിന് വേറൊരു വസ്തു വേണ്ട, കണ്ണും വേണ്ട, സ്വയം തന്നെ പ്രഭ. ഏതുപോലെ? സൂര്യനെ പോലെ. മറ്റെല്ലാം കാണാൻ സൂര്യൻ്റെ വെളിച്ചം വേണം, കണ്ണും വേണം. സൂര്യനെ കാണാനായിട്ട്, സൂര്യനെ മനസ്സിലാക്കാനായിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം അത് സ്വയം പ്രഭസ്വരൂപമാണ്. അതുപോലെ ആത്മാവിനെ അനുഭവിക്കുക വെച്ചാൽ സ്വാനുഭവമാണ്. മറ്റതൊക്കെ എന്താണ്? പരാവലംബം വേണം കാണാനായിട്ട്, അല്ലേ? ഒരു ഉദാഹരണം പിന്നെയും പറയാം. ഇപ്പോൾ മുറിയിൽ പല സാധനങ്ങളുണ്ട്. ഇരുട്ടാണെങ്കിൽ ഒരു വിളക്ക് കൊണ്ടുവരാം. വിളക്ക് കൊണ്ടുവന്നാൽ എല്ലാ സാധനങ്ങളെയും കാണാം വൃത്തിയായിട്ട്. ആ വിളക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ആ വിളക്കിനെ കാണാൻ പിന്നെ ഒരു വിളക്ക് കൊണ്ടുവരണോ? ആവശ്യമില്ല. ആ വിളക്കിൻ്റെ പ്രകാശത്തിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. വിളക്കിനെ കാണാൻ. അതുപോലെ ആത്മാവിനെ കാണാൻ വേറെ ഒന്നും കൊണ്ടുവരണ്ട. കാരണം ആത്മാവ് പൂർണ്ണമാണ്. അപ്പോൾ അതിന് വിഷമമില്ല അർത്ഥം. അതിനെന്ത് വേണം? കാരണങ്ങളെല്ലാം അടങ്ങിയാൽ, സങ്കല്പം തീർന്നാൽ സ്വയം പ്രകാശിക്കലാണ് ആത്മദർശനം. സിനിമ തീർന്നാൽ സ്ക്രീൻ കാണാം. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ നമ്മളും കാണുന്നുണ്ട് സത്യത്തെയല്ല, അതിൻ്റെ മുകളിലുള്ള ആരോപണത്തെ കാണുന്നത്, അല്ലേ? കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടങ്ങറിയുന്നു ചിലരിത്. നമ്മൾ സത്യമല്ല കാണുന്നത്, നമ്മൾ മിഥ്യ കാണുന്നുണ്ട്. പക്ഷേ ഏതുപോലെ? കയറല്ല കാണുന്നത് പാമ്പാ കാണുന്നത്. അപ്പോഴാണ് പേടി. അതുപോലെ ആത്മാവിനെ കണ്ടാൽ പിന്നെ ദുഃഖം ഉണ്ടാവില്ല. ഇവിടെ ബുദ്ധി കൊണ്ട് എങ്ങനെയാണ് ഈ സാധിക്കുക എന്ന് പറയാനാണ് കൊണ്ടുവരുന്നത്. അതിന് ആത്മവിവേകമാണല്ലോ അവിടെ പറഞ്ഞത്. നാം എന്താ സാഹിത്യത്തെ കാണാതിരിക്കാൻ? കാരണം എന്താണ്? അതോ സാപേക്ഷ കരണങ്ങളിലൂടെയാണ് നാം കാണുന്നത്. അത് സ്വതന്ത്ര ദർശനമാവാൻ കഴിയില്ല. കാരണം മറ്റേനെ ആശ്രയിച്ചിട്ട് വേണമല്ലോ. ശരിയില്ല. മാല അത് അതിനെ കെട്ടി നിൽക്കേണ്ട നൂല് കാണില്ല, മണികളൊക്കെ കാണും. സൂത്രയെ മണികണ ഈ വന്ന് 7 പറഞ്ഞിട്ടുണ്ട്. നൂലിൻ്റെയും പണ്ടം കാണും. പണ്ടം കണ്ടിട്ടും നമ്മൾ സ്വർണത്തെ കാണില്ല. പണ്ട കാണുന്നേ. അതെ, ഇതെന്താ ചോദിച്ചാൽ ചെയിനാണ്, വളയാണെന്നല്ലാണ്ടത് സ്വർണ്ണമാണെന്ന് നമ്മൾ കണ്ടിട്ടും അറിയണില്ല. കാരണം അതിൻ്റെ ആ നാമരൂപത്തിൽ മുടുങ്ങി. അതുപോലെ ശരീരമാണെന്ന് നമ്മൾ ധരിച്ചു. അപ്പം നമുക്ക് ആരെ കാണാൻ പറ്റില്ല? ആത്മാവിനെ കാണാൻ പറ്റില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി, നാമരൂപങ്ങളൊന്നുമില്ല, സ്വർണ്ണേ ഉള്ളൂ എന്ന് ബോധ്യം വരും. അതുപോലെ കാണുന്നത് സ്വതന്ത്ര ദർശനമാവാൻ കഴിയില്ലല്ലോ. മാലയിൽ നൂലിനെ, പണ്ടങ്ങളിൽ സ്വർണ്ണത്തെയും കാണുന്നവനാണ്. ആ മാല കണ്ടാൽ അപ്പം നൂല കൊണ്ടാണ് നിൽക്കുന്നത്. പണ്ടം കണ്ടാൽ അപ്പം പറഞ്ഞു ഇത് സ്വർണം കൊണ്ടാണ് സൈഡ് എന്നറിഞ്ഞാൽ അയാളാണ് സത്യം കാണുന്നത്. സ്വർണം കാണുന്നവൻ പണ്ടം കാണില്ല, പണ്ടം കാണുന്നവൻ സ്വർണത്തെ തിരിച്ചറിയില്ല, അല്ലേ? അതായത് പണ്ടം എന്നുള്ളത് ഭ്രമകാരണം. ഈ മനസ്സുണ്ടല്ലോ, നമ്മുടെ മനസ്സ്, അതാണ് ഈ ഭ്രമത്തിനൊക്കെ കാരണം. അപ്പം മനസ്സ് ഇല്ലാണ്ട് ആവണം, ബുദ്ധി മാത്രമാവും. അങ്ങനെ ഒരു നിലയുണ്ട്. ആ ബുദ്ധി ചിലപ്പോൾ ആ ബുദ്ധിയും കൂടി പ്രകാശിപ്പിക്കുന്ന ബോധമാവണം. മനസ്സും ബുദ്ധിയും പോരാ, അതിനെ പ്രകാശം. അതായാൽ അപ്പോൾ ക്ഷേത്രജ്ഞ വിഭാഗയോഗം പൂർണ്ണമായി. ക്ഷേത്രനൊന്ന് വേറെ, ക്ഷേത്രജ്ഞനൊന്ന് വേറെ. ക്ഷേത്രജ്ഞൻ്റെ തന്നെ ഒരു തോന്നലാണ് ഈ ക്ഷേത്രം, അതില്ലാത്തതാണ്. ഞാൻ പൂർണ്ണനാണ്, എനിക്ക് ദുഃഖവും സുഖവും ഒന്നുമില്ല, ദ്വന്ദ്വൊന്നുമില്ല, എൻ്റെ ഇത് സച്ചിത്ത് ആനന്ദമാണ് ഞാൻ എന്ന ബോധ്യം അതുണ്ടാക്കാനാണ് ഇപ്പോൾ ഈ ഓരോ ശ്ലോകം പറഞ്ഞു കൊണ്ടുവരുന്നതൊക്കെ. 28 സമം പശ്യന്തി സർവത്ര സമവസ്തം ഈശ്വരം നഹിനസ്തി ആത്മനാത്മാനം തതോ യാതി പരാംഗതിയും. ഈ ലോകത്തെ അറിവിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുവാനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാൽ തോന്നും ഈ ലോകമൊക്കെ വേണ്ട വെച്ചിട്ട് ഇവിടുന്ന് കാട്ടിൽ പോയി അവിടെ ഉണ്ട് സംസാരം എവിടേക്ക് പോയിട്ടില്ല. നിങ്ങൾ കാട്ടിലായാലും അല്ല നാട്ടിലായാലും കാട്ടിലിരുന്നിട്ടും ഈശ്വരനെ കാണാം, നാട്ടിൽ ഇരുന്നിട്ടും കാണാം. ഈശ്വരനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കാട്ടിൽ പോയിട്ടും കാര്യമില്ല, ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. ഈ ലോകത്തെ അതുകൊണ്ട് നിങ്ങൾ കാട്ടിലേക്ക് ഒളിച്ചോടുക, പണിയെടുക്കാണ്ടിരിക്കുക, ഇതൊന്നുമല്ല വേദാന്തം പറയുന്നത്. ഒരു വസ്തു കണ്ടാൽ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ ജീവിച്ചോളൂ, അത്രേ പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? ഈ ലോകത്തെ അറിവിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുവാനാണ്, തള്ളിക്കളയാനല്ല വേദാന്തം നമ്മോട് ഉപദേശിക്കുന്നത്. ഇതൊക്കെ വേണ്ട, ഈ ലോകത്തിൽ നിന്നും വേണ്ട കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ കാര്യം? ഇവിടെ ഇരുന്നിട്ട് തന്നെ സിനിമ കാണണം,
അനുഭവിക്കണം. എന്നിട്ട് ആ സിനിമ വസ്തുതയല്ല, വെറും സങ്കല്പമാണെന്ന് ബോധ്യം വരണം. അപ്പോഴേ സിനിമ കാണാൻ രസമുള്ളൂ, അല്ലേ? അഭിനയിക്കുന്ന ആൾക്ക് പോലും സുഖമില്ല, കാരണം ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അത് അഭിനയം കാണുക വെക്കും. വേദാന്തം ഇവിടുന്ന് ശരീരവും ശരീരിയും തമ്മിൽ വേർതിരിക്കുന്നത് ഇവിടുന്ന് ഒന്നിനും കൊള്ളരാത്ത ആവശ്യമില്ലാതിരിക്കാനല്ല, ഇവിടെ ഇരുന്നിട്ട് ഈ ജീവിതത്തെ ആസ്വദിക്കാനും ആനന്ദിക്കാനും വേണ്ടിയാണ്. ഗീത വെറുതെ ഒളിച്ചോടാനുള്ള കാര്യമല്ല, ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലെ അശാന്തിയാണ് നാം പുറത്ത് കാണുന്നത്. അതിപ്പോൾ നമുക്ക് വളരെ ശരിയാണ്. നമുക്ക് ദുഃഖമുള്ള വിസാരിക്കുക, അപ്പോൾ ഒക്കെ ഈ പ്രപഞ്ചം ആകെ ദുഃഖമാണ് നമുക്ക് തോന്നും. എല്ലാ ദിക്കും നോക്കുമ്പോൾ ദുഃഖമാണ്. സുഖമായിട്ടുള്ള കാണുന്ന ആൾക്ക് ലോകം മുഴുവനൊക്കെ സുഖമായിട്ട് കാണുക, അയാളുടെ ദൃഷ്ടിയാണ്. ലോകം അതന്യ. ഒരേ ആളെ നമ്മൾ, ഒരു മനുഷ്യനെ ഞാൻ വളരെ എൻ്റെ സ്നേഹിതനാണെന്ന് വളരെ സ്നേഹിക്കുന്നു, മറ്റൊരാൾ അയാളെ തന്നെ കാണുന്നു, ശത്രുവെ കാണുന്നു, അയാൾക്ക് കണ്ടുകൂടെ, അയാൾക്ക് ആളോ ഒന്ന് തന്നെ, കാഴ്ചയിലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളെന്ത് വേണം? കാണുന്നതൊക്കെ എന്താണ്? അഖിലം ഞാനിന്നത വഴി എന്ന് പറഞ്ഞാൽ പിന്നെ സുഖമില്ലാണ്ടില്ലല്ലോ. ഈ ശരീരത്തിനുള്ള വ്യത്യാസങ്ങളെ കൊണ്ടാണ് പലതായി തോന്നിയിട്ട് ബുദ്ധിമുട്ടൊക്കെ. ഒക്കെ ഒന്നാണെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നമുള്ളത്? അയാൾക്ക് സാധിക്കുന്നതും. നമ്മുടെ മനസ്സിലെ അശാന്തിയാണ് നാം പുറത്ത് കണ്ട് പരിഭ്രമിക്കുന്നതും വ്യസനിക്കുന്നതും. ആവരണം, അതായത് തമസ്, വിക്ഷേപം രജസ്. ബുദ്ധിയുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത മനസ്സാണ്. അങ്ങനെയാണല്ലോ. ബുദ്ധി പറഞ്ഞു കൊടുക്കും, എന്നാലും മനസ്സ് കൂട്ടാക്കില്ല. എന്തെന്ന്? മനസ്സിന് വികാരമാണ്, അതിനൊരു ഉറപ്പില്ല. ബുദ്ധി പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നമ്മൾ വിചാരിച്ചാൽ നടപ്പില്ല എന്ന് പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല, അയാൾ ദുഃഖിക്കും. അപ്പോൾ ബുദ്ധിയുടെ കീഴിലല്ലാത്ത മനസ്സാണ് എന്തുണ്ടാക്കുന്നത്? ഇവിടെ കുഴപ്പങ്ങളൊക്കെ. നേരെ ബുദ്ധിയുടെ കീഴിലാണ് മനസ്സായിരിക്കുക, യാതൊരു പ്രശ്നവുമില്ല. അയാൾ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കും. ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വിധേയമല്ലാത്ത മനസ്സാണ് ആത്മാവിൻ്റെ ശത്രു. അയാളാണ് കാമകാരത. ചലോ 16 വരുന്നുണ്ടെങ്കിൽ കാമകാര, തോന്നിയത് ചെയ്യുന്ന ആൾ. നമ്മളൊക്കെ വാസല് തോന്നിയത് ചെയ്യുന്നവരാ, തോന്നിവാസികൾ ആണ്. എന്താ കാരണം? മനസ്സിനൊന്നാ തോന്നിയാൽ അതാ ചെയ്യും. അത് ചെയ്യണോ വേണോ ആവശ്യമുണ്ടോ എന്നൊന്നും ബുദ്ധിയോട് ചോദിക്കില്ല. അയാൾക്ക് ഈ ലോകത്തിൽ ഒന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സാണ് ഞാൻ ശരീരമാണെന്ന് പറയുന്നത്, അല്ലാണ്ട് ബുദ്ധിയല്ല. ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ട് ഞാൻ ശരീരമാവാൻ വയ്യല്ലോ. പിന്നെ ശരീരം അങ്ങനെയാണെങ്കിൽ ഉറക്കത്തിൽ ശരീരത്തിൻ്റെ ഒരാവശ്യമില്ലാണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുവല്ലോ എന്നൊക്കെ ബുദ്ധി പറഞ്ഞുതരും. പക്ഷെ അത് നമ്മൾ ബുദ്ധി ഒന്നും കേൾക്കില്ല. അപ്പോൾ ബുദ്ധിയുടെ കീഴിലല്ലാത്ത മനസ്സാണ് ഈ എന്തുണ്ടാക്കുക? ദുഃഖം ഉണ്ടാക്കുന്നത്. ബുദ്ധി എന്ന് പറയുന്നത് എന്താ? ചുരുക്കുക തന്നെ. അതായത് ഒരു തരം ധ്യാനമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. വേണ്ടാത്ത സങ്കല്പങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടാണല്ലോ ബുദ്ധി. സങ്കല്പം ഇല്ലാണ്ടാവുന്നതിൻ്റെ പേരാണല്ലോ ധ്യാനം. ഇതൊക്കെ ഒന്ന് തന്നെ കാര്യം. ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വിധേയമല്ലാത്ത മനസ്സാണ് ആത്മാവിൻ്റെ ശത്രു. 6 പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൂർണ്ണനാണ്, എനിക്ക് മരുന്ന് കിട്ടിയാലേ സുഖമുള്ളൂ തോന്നില്ലേ. ഈ ആത്മാവിൻ്റെ ശത്രുവും ആത്മാവിൻ്റെ മിത്രവും ആരാ? മനസ്സ് തന്നെ, അല്ലേ? ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ശത്രുവിനെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ആത്മാവിനെ ഉപദ്രവിക്കാൻ ഈ മനസ്സിനാവില്ല. മനസ്സാ വിഷമിക്കണമെന്നൊക്കെ. ആത്മാവ് അപ്പോഴും ആ ദുഃഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങളുടെ വിഷമം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് സാക്ഷിയാണ്. അതുകൊണ്ടാണ് ശത്രുവിനെ പോലെ എന്ന് പറയാൻ. ഇവിടെ ഒരിക്കലും ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ ആരെ കൊണ്ടുപോവില്ല. ഞാൻ ദുഃഖിക്കുന്നവനാണ് എന്ന് ഞാൻ സങ്കല്പിക്കുക. അപ്പോഴും ഞാൻ വാസ്തവത്തിൽ ഞാൻ പരമാനന്ദത്തിലാണ് നിൽക്കുന്നത്. അത് മറക്കാണ്. അതായത് ബുദ്ധി ഒന്ന് മൂടി, അപ്പോൾ മനസ്സ് പ്രവർത്തിച്ചു, അപ്പോൾ ദുഃഖം വരികയാണ്. ആ ബുദ്ധി അങ്ങോട്ട് വന്നാൽ മനസ്സിൻ്റെ പ്രവർത്തനം തുറന്നു, നിങ്ങൾ വീണ്ടും ആത്മാവ് മനസ്സിലായി. ഇവിടെ ശരീരവും ശരീരം തമ്മിൽ വ്യത്യാസം എങ്ങനെയൊക്കെ ആക്കാമെന്ന് മെല്ലെ 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 പറഞ്ഞു വരികയാണ്. എൻ്റെ ശത്രു അതിനൊരു ഉദാഹരണം പറയാണ്. ഞാനൊരു കാറിൽ പോകുമായിരിക്കും, യാത്ര ഞാനാണ് ചെയ്യുന്നത്, അല്ലേ? ആ കാറ് എനിക്ക് അധീനമാവണം. അതിൻ്റെ സ്റ്റിയറിങ്, ബ്രേക്ക്, എൻജിൻ ഒക്കെ എൻ്റെ കയ്യിലാണ്. എൻ്റെ കീഴിലല്ല ആ എൻജിൻ വരിക്കുക. ആക്സിഡൻ്റ് ഉണ്ടാവും, മരിക്കുകയത്രേ ഉള്ളൂ, എന്തും പറ്റും. ആക്സിഡൻറ്റ് നേരെ പറഞ്ഞ് അറിഞ്ഞാലോ ഉദ്ദിഷ്ട സ്ഥലത്തെത്താം. അതുപോലെ മനസ്സ്, ശരീരം, ബുദ്ധി,
ഒക്കെ എൻ്റെ വാഹനങ്ങളാണ്, ഞാനാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് ബോധ്യം വന്നാൽ ഈ ജീവിതം നല്ല പരമാനന്ദമായിട്ട് ലക്ഷ്യത്തിലെത്തുന്നവരെ ബുദ്ധിമുട്ടില്ലാണ്ട് യാത്ര സുഖമായിട്ട് സാധിക്കും. അതിലെന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ, സ്റ്റിയറിംഗ് പോയാൽ പോയി, ബ്രേക്ക് പോയാൽ പോയി, പെട്രോളിന് എൻജിനിൽ ഹീറ്റില്ലെങ്കിൽ പോയി, അവിടെ നിൽക്കുകയുള്ളൂ, അവിടുത്തെ എത്തില്ല. ഇപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് വേണം, ഈ പറഞ്ഞതൊക്കെ ശരീരമാണ്. വാഹനം, അതിൽ പെട്രോള്, അതിൽ സ്റ്റിയറിങ്, മറ്റു കാര്യങ്ങളൊക്കെ എന്താ ശരീരമാണ് അല്ലേ, അത് ഉപയോഗിക്കാനുള്ളതാണ്. എത്തൽ ഈ അതിലത്തെ യാത്രക്കാരനാണ്, ബുദ്ധിയുടെ അപ്പുറത്ത് അല്ലേ. ബുദ്ധി എങ്ങടാ പോകണമെന്ന് പറഞ്ഞു കൊടുക്കാനേ വെക്കൂ, എത്തുന്നത് ഇയാളാണ്. അതുപോലെ ആത്മാവാണ് എവിടെ എത്തുന്നത്, പരമാത്മാവിൽ എത്തുന്നത്. അങ്ങോട്ടൊരു യാത്രയാണ്. അപ്പോൾ ഇതിനെ വേണ്ട മാതിരി വെച്ചാൽ അത് വേണമെങ്കിൽ എന്ത് വേണം, യന്ത്രത്തെ പറ്റി നല്ല പരിചയം ഉണ്ടാവണം. ഇപ്പോൾ യാത്ര പരിചയം, ഡ്രൈവിങ് കഷ്ടിച്ച് സ്റ്റിയറിങ് മാത്രമേ പിടിക്കാതെ ഒഴിക്കുക. എവിടെയും ചെന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ അവിടെ നിന്നു, പിന്നെ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ആൾക്ക് ഇതിൻ്റെ മനസ്സിൻ്റെ വിഷമം എന്താ അറിയില്ല, ശരീരത്തിൻ്റെ വിഷമം എന്താ അറിയില്ല, അതൊക്കെ അറിയണം. അങ്ങനെ അറിഞ്ഞ ആൾക്ക് സംശയമില്ലാണ്ട് അപ്പുറത്ത് എത്താൻ സാധിക്കും. എത്രയും ഭംഗിയായിട്ട് പറയും. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാണ്. മിഥ്യാജ്ഞാനവും, അതായത് മിഥ്യാജ്ഞാനം വെച്ചാൽ മറ്റൊന്ന് വേറൊന്ന് തൻ്റെ തിര, അത് രജസ്സ ഉണ്ടാക്കുന്നത്. പിന്നെ അജ്ഞാനം, അതായത് തമസ്. മിഥ്യാജ്ഞാനവും അജ്ഞാനവും രണ്ടും കൂടിയേ നിൽക്കുള്ളൂ. അജ്ഞാനം ഉണ്ടെങ്കിലേ മിഥ്യാജ്ഞാനം ഉണ്ടാവുള്ളൂ. മിഥ്യാജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അജ്ഞാനം ഉണ്ടാവണം. അതെ, വിക്ഷേപം ആവരണം എന്നാണ് സംസ്കൃതത്തിൽ പറയാം. ആദ്യം പാമ്പിനെ മറയ്ക്കണം, ആവരണം, എന്നിട്ട് വേണം കയറിനെ മറയ്ക്കണം, എന്നിട്ട് വേണം പാമ്പാ തോന്നാൻ. ആദ്യം ആവരണം, പിന്നെ അതുമാതിരി സൂര്യനെ മറയ്ക്കണം, ആദ്യം മേഘം, എന്നാലേ സൂര്യനെ കാണാതെ തോന്നുള്ളൂ. സൂര്യനെ കാണാതെ ഇരുന്നിട്ടില്ല, കുറച്ച് അപ്പുറത്ത് നോക്കിയാൽ സൂര്യനെ കാണാണ്ട്, നമ്മുടെ അവിടെ മാത്രമേ കണ്ണിന് മാത്രമേ ഈ മേഘം വന്നിട്ടുള്ളൂ. സൂര്യനെ മറയ്ക്കാൻ മേഘത്തിനാവില്ല, സാധിക്കില്ല. പക്ഷെ സൂര്യൻ മറഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ട്, കാരണം നമ്മുടെ ദൃഷ്ടിക്കേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ എന്താ അപ്പം നമുക്ക് ബുദ്ധിമുട്ട്, ഞാൻ പരിച്ഛിന്നമായ ഈ ശരീരമാണ് എന്ന സങ്കല്പമാണല്ലോ ദുഃഖത്തിന്. ജീവിതത്തിൽ 13 അധ്യായം വീണ്ടും വീണ്ടും പറഞ്ഞത് ക്ഷേത്രജ്ഞ വിഭാഗ യോഗമാണ്. ക്ഷേത്രജ്ഞനേ ഉള്ളൂ ക്ഷേത്രം എന്നുള്ളത് സങ്കല്പമാണ്. ആ സങ്കല്പം അകറ്റാൻ എന്താ മാർഗം എന്നാണ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുന്നത്. ഇവിടെ ഈ തെറ്റിദ്ധാരണ നീങ്ങുവാൻ ജീവൻ തനിക്കും സമൂഹത്തിനും ഇത് അറിഞ്ഞില്ല വയ്ക്കുക. ഞാനിങ്ങനെ ആത്മാവാണെന്ന് ആൾക്ക് ബോധ്യം വരാഞ്ഞാൽ അയാൾക്കും പ്രശ്നം വരുത്തും, സമൂഹത്തിനും പ്രശ്നം ഉണ്ടാക്കും. കാരണം ഇയാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കും. കാരണം ആൾക്ക് അറിയില്ലല്ലോ, താൻ തന്നെയാണതെന്ന് അറിയാത്തതുകൊണ്ടാണല്ലോ അയാൾ ബുദ്ധിമുട്ട്. അത് ഇതകറ്റി ആത്മസാക്ഷാത്കാരം സാധിക്കുന്നതിനെയാണ് ഇവിടെ യാതി പരന്തപ എന്ന് ശ്ലോകം പറഞ്ഞല്ലോ, അതിൽ പറഞ്ഞത് അവിടെ എത്തുന്നു അതല്ലേ ഈശ്വരനിൽ. ഇത് അകറ്റി ആത്മസാക്ഷാത്കാരം സാധിക്കുന്നതിനെ യാതി പരന്തപ, പരമഗതി, ശ്രേഷ്ഠമായ ഗതി എന്നർത്ഥമാണ്. അതായത് ഇവിടെ അങ്ങോട്ട് പോകാനുള്ള മാർഗവും ലക്ഷ്യവും ഒന്നന്നെയാണ്. മാർഗവും ലക്ഷ്യം രണ്ടല്ല. കാരണം മാർഗം ശരിയാണെങ്കിൽ ലക്ഷ്യത്തിലെത്തും, അല്ലല്ലേ? മാർഗം മാത്രമേ ഉള്ളൂ, ലക്ഷ്യമില്ല എവിടേക്കാണ് പോകണമെന്ന് അർത്ഥമില്ല. മാർഗവും വേണം, ലക്ഷ്യവും വേണം. ഇത് രണ്ടും സാധിക്കും എന്ന് പറഞ്ഞ്, അതായത് വീണ്ടും വീണ്ടും ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ ശരീരം ശരീരി തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എന്താണെന്ന് പറയാം. 30ാമത്തെ ശ്ലോകം. യഥാ ഭൂതപൃഥഗ്ഭാവം ഏകത്വം അനുപശ്യതി തത ഏവച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥാ. ഒരേ വിഷയം തന്നെ പല പല തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു വസ്തുവിനെ പ്രത്യക്ഷത്തിൽ കണ്ടാൽ, ഇപ്പം ഗുരുവായൂരൊന്ന് എവിടെ അറിയണം എനിക്ക്, ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴാണ് തീരുക? ഞാൻ ഗുരുവായൂരാണ് ചെന്ന് ഗുരുവായൂരൊക്കെ കണ്ടാൽ പിന്നെ അതിനെപ്പറ്റി പഠിക്കാനില്ല. അതുപോലെ ഞാൻ ക്ഷേത്രജ്ഞനാണെന്ന് എപ്പോഴാണ് അവിടെ ചെന്ന് അത് അനുഭവമാകുമ്പോൾ പിന്നെ ക്ഷേത്രജ്ഞനെ പറ്റി പറയില്ല. അതുവരെ വഴി കണ്ടു, ക്ഷേത്രം ഉള്ള വഴിയാണ്, അവിടേക്ക് എത്താനാ. അതുവരെ ഒരു വസ്തുവിനെ പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ പഠനം തോന്നും. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം ആറ്റമാണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അവസാനിച്ചു വിചാരിച്ചു. പിന്നെ അത് തുറന്നു നോക്കിയപ്പോഴാണ് ആറ്റം നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു 3 എണ്ണം. ആ 3 എണ്ണം കിടന്ന് തിരിയാന്നുണ്ട്.
ഇപ്പോൾ അവർ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കണം ശാസ്ത്രജ്ഞൻ. കാരണം 3 തിരിയണമെങ്കിൽ അതിനൊരു ആശ്രയം ഉണ്ടാവണം. അതേതാ? അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അതിനെ ആ 3 ആശ്രയിച്ച് നിൽക്കുന്നത് ബോധമാണ്. ബോധം ഉണ്ടെങ്കിൽ ഇനി പാശ്ചാത്യർക്ക് നമ്മുടെ ഗീതയിലേക്ക് വരാനുള്ള സമയമായിരുന്നു ഏകദേശം. കാരണം ഇതൊക്കെ നിൽക്കുന്നത് ബോധത്തിലാണ്. ബോധത്തിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സുഖിക്കലിൻ്റെ പ്രശ്നമൊന്നുമില്ല. ബോധം, ഞാൻ ബോധവാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഖവും ദുഃഖവും ഇല്ല, ആനന്ദം ഉണ്ടാവുക എന്ന് ശരിക്കും പറഞ്ഞാൽ അധ്യാത്മത്തിലേക്ക് ഭൗതികശാസ്ത്രം മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കും. ഏതുപോലെ കഴിഞ്ഞാൽ സ്വർണം അറിഞ്ഞാൽ പണ്ടം എല്ലാ പണങ്ങളെ പറ്റി അറിഞ്ഞു. പണ്ടത്തിന് പിന്നെ വേറെ സ്ഥിതിയില്ലല്ലോ. സ്വർണം എന്നറിഞ്ഞാൽ മതി. അത് മരം എന്ന് പറഞ്ഞാൽ മരസമാനങ്ങളൊക്കെ അറിഞ്ഞു. അതുമാതിരി പരമാത്മാവ് അല്ലെങ്കിൽ ഈ ക്ഷേത്രജ്ഞൻ ആരാന്നറിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളെ പറ്റിയും അറിഞ്ഞു. മൂലഘടകം എന്നതിന് പറയും. ഈ ഘടകം ഉണ്ടല്ലോ എന്ന് അറിഞ്ഞാൽ തീരും. നിരപേക്ഷം അല്ലെങ്കിൽ പണ്ടം എന്നല്ലോ. കടലും തിരയും ഇതിനെ തിരകൾ എത്രയാണെന്ന് പഠിച്ചറിഞ്ഞിട്ട് അവസാനിക്കില്ല. കടൽ എന്താണെന്നറിഞ്ഞാൽ തിര മനസ്സിലായി. അതിൻ്റെ സമ്പ്രദായമുണ്ട്. തിര, ഓളം, പത, നുര എന്നൊക്കെ പറയുമ്പോൾ കടൽ പലതരത്തിൽ നിൽക്കുന്നു അല്ലേ. കടലിന് ഈ നുരയെ പറ്റിയുള്ള ഗവേഷണം, തിരയെ പറ്റിയുള്ള ഗവേഷണം അവസാനിക്കില്ല. കടലിനെ പറ്റിയ ഗവേഷണം അവസാനിച്ചു. കാരണം അതിൻ്റെ അതാണ് അപ്പുറം. സാഗരം അറിഞ്ഞാൽ തിര അറിഞ്ഞു. തിര അല്ലെങ്കിൽ പണ്ടം എക്സ്ട്ര കടൽ എന്ന് സ്വർണം ഇവയുടെ വിഭൂതി വിസ്താരം. ഇതിൻ്റെ വിഭൂതി വിസ്താരം ഇങ്ങനെയുണ്ടല്ലോ. ഇതിൻ്റെ എന്തെല്ലാം ഉണ്ടാവും? തിര ഉണ്ടാവാം, ഓളുണ്ടാവാം, നുര ഉണ്ടാവാം. ഇതെന്താന്ന് 10-ാം അധ്യായത്തിൽ പറഞ്ഞു. വിഭൂതി വിസ്താരം അല്ലേ. ഇന്നത് ഞാനാണ്, മറ്റൊരു ഞാനാണ്, മറ്റൊരു ഞാനാണ്. തിര ഞാനാണ്, പദ ഞാനാണ്, ഓളം ഞാനാണ്, ചിലോ സമുദ്രം ഞാനാണെന്നായി പറയണത്. അതിനാണ് വിഭൂതി വിസ്താരം മുമ്പ് 10-ൽ കാണിച്ചത്. അതായത് നാമരൂപങ്ങളാണ് ഈ പറഞ്ഞു നോക്കാം, വസ്തുത ഒന്നേ ഉള്ളൂ എന്ന് പറയാനവിടെ. ഇതറിഞ്ഞാൽ സാധിക്കും. അറിഞ്ഞു. അതോടെ ജീവൻ ബ്രഹ്മമായി ഭവിക്കുന്നു. ആത്മാനുഭവം മാത്രം. മറ്റെല്ലാ അനുഭവത്തിനും ത്രിപുടിയുണ്ട്. ചാൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണുന്നെങ്കിൽ ഞാൻ ഉണ്ടാവണം, നിങ്ങളും ഉണ്ടാവണം, കാണലും വേണം. ത്രിപുടി ഉണ്ടല്ലോ. ആത്മാവനുഭവത്തിന് മാത്രം അങ്ങനെയില്ല. കാരണം ആത്മാവ് ഒന്നേ ഉള്ളൂ. അത് സ്വാനുഭവമാണ്. അപ്പോൾ ആത്മാനുഭവം മാത്രം സ്വാനുഭവമാണ്. മറ്റവയെല്ലാം പരാനുഭവമാണ്, സാപേക്ഷമാണ്. ശരീര ഉപാധിയിൽ നിന്നും വിടലാണ് ബ്രഹ്മഭാവം. വസ്തുത ശരീരബന്ധം ഉള്ളതല്ല, സങ്കല്പിതമാണ്. അതെന്താണ് കാരണം? അത് അടുത്ത പ്രാവശ്യം ശ്ലോകത്തിൽ പറയാൻ പോകണം. 31-ാം ശ്ലോകം. അതെ, സ്വർണ്ണവടി. അനാദിത്വാൽ നിർഗുണത്വാൽ പരമാത്മാവം വേയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ആത്മാവിൻ്റെ പ്രകാശത്തിൽ പ്രകൃതിയാണ് കർമ്മം ചെയ്തത് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളതിൽ നിൽക്കണേ. ഇപ്പോൾ മദ്യം സേവിച്ചവന് ഞാൻ മദ്യം സേവിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ലഹരിയിലാണ് നിൽക്കണം. അത് കഴിഞ്ഞ ശേഷമേ പറ്റുള്ളൂ. അപ്പോൾ ആ നിങ്ങൾ മായ അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ എന്താ സങ്കല്പം എന്ന് അപ്പോൾ പറയുക. സങ്കല്പം എന്ന് വിടണം. അപ്പോളേ അതുകൊണ്ടാണ് സാക്ഷിയാവണം പറഞ്ഞത്. കോടതിയിലൊക്കെ ആ വാദിയായാലും പ്രതിയായാലും ശരിക്കും കാണില്ല, സാക്ഷിയായി നിൽക്കണം. കർത്തൃത്വ അഭിമാനമാണ് ജീവനെ കർത്താവാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. വീട്ടിൽ ആരെങ്കിലും ഒരാൾ ധർമ്മകാരൻ വന്നു, നായ അയാളെ കടിച്ചു. നായ കടിച്ചാൽ ശിക്ഷ നായ്ക്കല്ല, ഈ യജമാന. കാരണം നായ്ക്ക് അയാൾക്ക് അഭിമാനമില്ല, പറഞ്ഞ കാര്യം ചെയ്തു എന്നല്ലാണ്ട് ഇല്ല. കേസൊക്കെ ഇയാളുടെ പേരില്ല, പണിയെടുത്തതിന്. അതുപോലെ
ഈ ഇവിടെ ചെയ്യുന്നതൊക്കെ മനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശിക്ഷ ആർക്കാ? ആത്മാവിനാവും. കാരണം ഞാൻ ശരീരമാണെന്ന് അയാൾ അങ്ങനെ ബോധിച്ചുല്ലോ. നിങ്ങളത് ഭവിച്ചില്ലെങ്കിൽ വാസ്തവ ശിക്ഷ ആർക്ക് വേണം? നായന് അല്ലേ? നായ ഒന്നും ചെയ്തിട്ടില്ല. നായ ക്രിയയെ ചെയ്തിട്ടുള്ളൂ, കർമ്മം ഇയാളാ ചെയ്തത്. ക്രിയ ഒരാൾ ചെയ്യുന്നു, കർമ്മം വേറെ ആൾ ചെയ്യുന്നു. കർമ്മം എന്നുള്ളത് ഈ സങ്കല്പമാണ്. ക്രിയ എന്നുള്ളത് പ്രകൃതിയാണ്. എല്ലാവരും ചെയ്യാൻ നിർത്തിയില്ല. അതിന് പ്രകൃതിക്ക് അങ്ങനെ ഇപ്പോൾ എന്താണ് സുനാമിയോ ഒക്കെ ഉണ്ടായല്ലോ, അതിന് അയാൾക്കൊന്നും അറിയില്ല. അത് അതിൻ്റെ സമ്പ്രദായം പോലെ തുറക്കണമെന്നല്ലാണ്ട് നമ്മളൊന്ന് കൂട്ടിയാൽ വെറുതെ മെഡിസിൻ പറയാമെന്നൊക്കെ ഇല്ലാണ്ടാക്കാൻ നോക്കാം. ഒരു സാധനം നമ്മളെ കൊണ്ട് സാധിക്കില്ല. കൊണ്ട് വന്നാൽ പിന്നെ അതിനെപ്പറ്റി കുറേ പ്രസംഗിക്കാന്നല്ലാണ്ട് ഇവിടെ ഒരു കാറ്റ് വീശുക ഇല്ലാണ്ടാക്കാൻ ഇയാളെ കൊണ്ട് സാധ്യാത്ത ആളാണ്. വെറുതെ നമ്മുടെ വിചാരമൊക്കെ സകലം ഇപ്പോൾ കേമനാണ്, മനുഷ്യൻ സാധിക്കും. എന്തൊന്നും മുന്നറിയിപ്പ് വരണം. ഇനി അഥവാ മുന്നറിയിപ്പ് തന്നിട്ട് എന്താ ശരി ഇങ്ങോട്ട് വരുമ്പോൾ അതിനപ്പുറത്തേക്ക് വരുമ്പോൾ കർത്തൃത്വ അഭിമാനമാണ് ജീവനെ കർത്താവാക്കുന്നത്. ന്യായാധിപൻ ഉണ്ടല്ലോ, നോക്കൂ, ആ വളരെ രസിയാണ്. ഞാൻ ഇപ്പോൾ ഒരാളെ ദേഷ്യത്തിന് കൊല്ലണു, ശിക്ഷയാണ് എനിക്ക് ഇല്ലേ? നേരെ മറിച്ച് ആ ബോർഡറിൽ നിൽക്കുന്ന എന്താ പട്ടാളക്കാരൻ, ആൾ 25 പാകിസ്ഥാൻമാരെ വെടിവെച്ച് കൊന്നുവരിക്കുക. അയാൾക്ക് ശിക്ഷ ഇല്ലയെന്ന് മാത്രമല്ല ആ വാർഡനും. കാരണം അയാൾക്ക് അവരെ കൊല്ലണമെന്നൊന്നുമില്ല, അയാളുടെ കർമ്മം ചെയ്യണം. അതുമാതിരി ന്യായാധിപൻ തൂക്കിക്കൊല്ലാൻ ഒരാൾ വെച്ചു. അതുകൊണ്ട് തന്നെ പിന്നെ ന്യായാധിപനെ തൂക്കിക്കൊല്ലാൻ വയ്ക്കാറുണ്ടോ? ന്യായാധിപന് തൂക്കിക്കൊല്ലണമെന്നില്ല, തൂക്കിക്കൊല്ലേണ്ടതൊന്നുമില്ല. കോടതിയിൽ നിയമപ്രകാരം എങ്ങനെയാണ് അത് ചെയ്തു എന്നല്ലാണ്ട്, അതായത് കർത്തൃത്വ ഭാവനയില്ല, ഭോക്തൃത്വ ഭാവനയില്ല. അങ്ങനെ ചെയ്താൽ എന്തായി? പ്രവൃത്തിയൊക്കെ വളരെ നല്ലതായി. ചീത്താന്ന് പ്രശ്നമില്ല. സായിക്കണം ഒരു ന്യായാധിപനോ പടയാളോ കൊന്നിട്ടും കൊല്ലുന്നില്ല, അവർക്ക് പാപവുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ലേശം പുണ്യമുള്ളൂ. പുണ്യവും പാടില്ലാത്തതാണ്, പാപവുമില്ല. ആത്മാവ് പരമകാരണമാണ്, ആദി തുടക്കമില്ലാത്തതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് തുടക്കമുള്ളതിനൊക്കെ ഉണ്ടായതാ. ഇതിന് എന്നേ തുടക്കം? അനാദിയാണ്. അത് കഴിഞ്ഞാൽ അവസാനമോ അതുമില്ല. കാരണം പൂർണ്ണമാണല്ലോ. ഈ ഇൻഫിനിറ്റിന് തുടക്കം ഇല്ല. മറ്റേനൊക്കെ എന്തുണ്ട്? ശരീരത്തിന് തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. അപ്പോൾ അത് ആയിക്കോട്ടെ, അതിൽ പറയുന്നുണ്ട്. കാര്യത്തിന് അല്ലെങ്കിൽ വിവർത്തത്തിന് എല്ലാം ഒരു കാരണം, തുടക്കമുണ്ട്. നിർഗുണം അല്ലെങ്കിൽ അതിന് ഗുണമില്ലാത്തതല്ല, എല്ലാ ഗുണവും. ദ്രവ്യം എന്ന് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദ്രവ്യം മാറ്റം വരുന്നത്. മാറ്റർ എന്ന് പറയുന്നത് ആണ് ദ്രവ്യം. മാറ്റം വരുന്നത് അത് എന്താവും? എനർജിയായിട്ട് മാറും. പിന്നെ അത് പിന്നെയും മാറ്ററാവും. അതുകൊണ്ട് ദ്രവ്യത്തിന് മാറ്റം വരുന്നതിന് അത് സത്വം, രജസ്, തമസ് ഇവ ഗുണങ്ങൾക്ക് മാറ്റം വരുന്നതാണ്. ത്രിഗുണങ്ങളൊക്കെ മാറ്റം വരുന്നതാണ്. നിർഗുണം എന്ന് പറഞ്ഞാലോ ഈ മൂന്നിൻ്റെയും അപ്പുറത്ത്, ത്രിപുടിയുടെയും അപ്പുറത്ത്. അതായത് ഇപ്പോൾ ഇതല്ലേ അനുഭവവും അറിവും. അനുഭവം 3 അനുഭവിക്കുന്നവൻ, അനുഭവിക്കല്, അനുഭവിക്കപ്പെട്ടത്. ഇത് 3 വിട്ടിട്ട് അറിവ്, അവിടെ 1 മാത്രമേ ഉള്ളൂ. അവിടെ ത്രിപുടിയില്ല. അതാണ് അതാവും ആര്? ഞാൻ. അതായത് ശാസ്ത്രജ്ഞൻ. അതറിഞ്ഞാൽ പിന്നെ ത്രിപുടിയില്ല. നിർഗുണനാണ്. സ്വർണം ഉദാഹരണം പറയാണ്. സ്വർണം അവ്യയമാണ്. കാരണം കുറേ പണ്ടങ്ങൾ 8 പവനുണ്ട്. അതൊന്ന് 5 പവൻ എടുത്തിട്ടൊരു പണ്ടുണ്ടാക്കിച്ചാൽ അതും പിന്നെയും തൂക്കുമ്പോഴും പവൻ 8 തന്നെയാണ്. സ്വർണത്തിന് മാറ്റില്ല, നാമരൂപത്തിനേ ഉള്ളൂ. ഇത് സ്വർണം അവ്യയമാണ്. ഉദാഹരണമാണേ പറയുന്നത്. സ്വർണം അവ്യയമൊന്നുമല്ല, പണ്ടം ആയതിനാൽ സ്വർണത്തിന് വ്യയം അല്ലെങ്കിൽ കുറവ് വരുമോ? ഇപ്പോൾ കുറേ മണ്ണുണ്ട്, അന്ന് 5-6 കുടം ഉണ്ടാക്കി വെച്ചാൽ മണ്ണ് കുറവ് വന്നിട്ടില്ല, ആ കുടത്തിലുണ്ട് അല്ലേ? ആ പറഞ്ഞാൽ വീണ്ടും മണ്ണ് തന്നെ. അതുപോലെ ഈശ്വരൻ പൂർണ്ണനാണ്, ക്ഷേത്രജ്ഞൻ. അത് അനവധി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ടൊന്നും ക്ഷേത്രജ്ഞന് ഒരു കുറവും വന്നിട്ടില്ല. അതങ്ങനെ തന്നെ വരുമ്പോൾ ആത്മാവിൻ്റെ നിർലേപത്വം. അപ്പം എങ്ങനെയാകുമ്പോൾ ഇത് എങ്ങനെയാവുന്നുകൊണ്ട് മാറുന്നില്ലെന്ന് നമുക്കൊരു തോന്നണം. അതില്ല എന്ന് കാണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ, 32ാമത്തെ ശ്ലോകം.
അനാദിത്വാൽ നിർഗണത്വാൽ പരമാത്മാവം അഭ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. വായു, അഗ്നി, ജലം, ഭൂമി ഇവ ഒരു വിധത്തിലും ആകാശത്തെ ബാധിക്കില്ല. കാരണം ആകാശത്തിൻ്റെ തന്നെ വിവർത്തമാണ് എന്ത്? വായു, എന്താണ്, അഗ്നി, ജലം, ഭൂമിയൊക്കെ അല്ലേ? സ്വർണത്തിൻ്റെ തന്നെ വിവർത്തമാണ് പണ്ടങ്ങളൊക്കെ. അതുമാതിരി ആകാശത്തിന് ഇതൊന്നും ബാധകമല്ല. വായു, അഗ്നി, ജലം, ഭൂമി ഇവ ഒരു വിധത്തിലും ആകാശത്തെ ബാധിക്കുന്നില്ല. സ്ഥൂലത്തിന് സൂക്ഷ്മത്തിനെ, അതായത് ചെറുത്, സ്ഥൂലം വെച്ചാൽ ചെറുത്, സൂക്ഷ്മം വെച്ചാൽ വലുത്. അങ്ങനെയാണ്. സൂക്ഷ്മം വെച്ചാൽ വികസിക്കാൻ കഴിയുള്ള ദർശനം. സ്ഥൂലത്തിന് സൂക്ഷ്മത്തിനെ, വലുതിന് ചെറുതിനെ ബാധിക്കുവാൻ പറ്റില്ല. ആകാശത്തെക്കാൾ സൂക്ഷ്മമാണ് പരമാത്മാവ്. ഈ ആകാശം എന്ന് പറയുന്നത് തന്നെ ബോധത്തിൽ നിന്നുണ്ടായതാണ്. ബോധമാണ് ഉണ്ടായത്. ബോധമില്ലെങ്കിൽ ആകാശം ഉണ്ടെന്ന് ആരാ അറിയാം? അപ്പം ബോധമാണ് സൂക്ഷ്മം. ആ ബോധത്തിന് ഒരിക്കലും എന്തിനും ആകാശമില്ല. ബോധത്തിനെ എങ്ങനെ ബാധിക്കുവാൻ സാധിക്കും? സാധ്യമല്ല എന്നർത്ഥം. അതുപോലെ ഈ ശരീരം എന്നുള്ളത് എന്താണ്? സാപേക്ഷമാണ്. ആത്മാവോ നിരപേക്ഷമാണ്. അപ്പം അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാൻ സാധിക്കില്ല. നമ്മൾ സ്വപ്നത്തിൽ ഒരാൾ അവളെ കൊന്നു എന്ന് വിചാരിക്കുക. ഉണർന്നാൽ അതിൻ്റെ പാപമുണ്ടോ? കാരണം അത് സ്വപ്നമായതല്ലോ. അതുപോലെ ഇപ്പം നമ്മൾ കാണുന്നത് ഈ ശരീരത്തിൽ ഇരുന്നിട്ട് സ്വപ്നം കാണുന്ന പോലെയാണ്. പൂർണ്ണമില്ലല്ലോ ആ സ്വപ്നം. ഉണരേ വേണ്ടു. അല്ലാണ്ട് അതായത് ശരീരി എന്നുള്ളത് ഭാവന ഉണ്ടല്ലോ, അത് ഉള്ളതല്ല, സങ്കല്പിച്ചതാ. ഞാൻ ശരീരമായി സങ്കല്പിച്ചതാണ്. ആ സങ്കല്പം വിടേ വേണ്ടു. അപ്പോൾ പിന്നെ ആരായി? പൂർണ്ണനായി. ഇവിടെ 13 ഒരു 2-3 തരത്തിൽ പറയണം. ഇവിടെ അതെ, കാര്യം നമുക്ക് മനസ്സിലാവുക എന്ന് പറയാൻ പാടില്ല, അതാവുക എന്ന് വയ്ക്കൂ. സ്വപ്നത്തിൽ കൊലപാതകം ചെയ്താൽ ഉണർന്നാൽ കയ്യിൽ രക്തം കാണില്ല. മരുമരീചിക ഇതുവരെ ഒരു ഭൂമിയെയും നനച്ചിട്ടില്ല. കാണാണ്ട് വെള്ളം, പക്ഷെ നനവില്ല. അതുപോലെ ശരീരം കാണാണ്ട്, പക്ഷെ ആത്മാവായിട്ടൊരു ബന്ധവുമില്ല. ഇല്ല. വിവർത്തം ആണൊക്കെ വിവർത്തനം. ഇപ്പോൾ പാമ്പിൻ്റെ വിഷമുണ്ട്, അത് കയറിനെ ബാധിക്കില്ല. പാമ്പ് കയറൊന്നുമല്ല, കയറാണ്, പാമ്പൊന്നുമല്ല ഉണ്ടാക്കിയ ബാധിക്കില്ല. ഇതുപോലെ ബ്രഹ്മത്തിലെ വിവർത്തമാണ് പ്രകൃതി. ഈ ഇപ്പോൾ കാണുന്ന നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് ശരീരിയുടെ തന്നെ ഒരു വിവർത്തമാണ്. വസ്തുത കയറാണ്, അത് പാമ്പാണ് തോന്നി ഭയപ്പെടുകയാണ്. അത് വസ്തുത ഇതൊരു ഉപദ്രവം ചെയ്യാത്ത പരമമായ നല്ല ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവാണ്. നമ്മളത് ഇങ്ങനെയാണ് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത് പറയണം. ബ്രഹ്മത്തിനെ ഒരു വിധത്തിൽ ബാധിക്കില്ല. അധിഷ്ഠാനം അറിഞ്ഞാൽ പ്രകൃതി ഭ്രാന്തി നിലനിൽക്കില്ല. എന്ത് വേണം? ഒരു അധിഷ്ഠാനം ഉണ്ടാവണം അല്ലേ? ആശ്രയം, അതിനാണ് കൈവല്യം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ മുകളിലാണ് മറ്റതൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ പാല് എന്ന് പറഞ്ഞത് തന്നെ കൊണ്ടുവരിക, ഒരു പാത്രമാണ്, പാത്രത്തിൽ വയ്ക്കൂ അല്ലേ, അല്ലാണ്ട് പാല് കൊണ്ടുവരിക. അതുപോലെ ശരീരം എന്നുള്ളത് എന്താണത്? ഒരു പാല് പോലെയ. അതിന് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് എന്ന പാത്രം ഉണ്ടാവണം, അതിലേ കൊണ്ടുവരൂ. അല്ലെങ്കിൽ എന്താണത്? ഒരു ജഡമായ സാധനമാണല്ലോ, അതിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ അധിഷ്ഠാനം ഉണ്ടല്ലോ, അതിലാണ് എന്താണ് ആധേയം എന്ന് പറയുന്നത് കേട്ടില്ലേ? പാലിൻ്റെ പാത്രം എടുത്താൽ മതി. പാല് കൊണ്ടുവരണോ? കയ്യിലേ കൊണ്ടുവരും. അതിനുള്ളൂ. ആ ഒരു കഥ പറയാറുണ്ട് സ്വാമി. അങ്ങനെ ഈശ്വരൻ തുരുമ്പിലും മറ്റേ എല്ലാ ദിക്കിലും ഉണ്ട്, മനുഷ്യനിലുണ്ട്, മൃഗത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്മയാനന്ദ സ്വാമി ചോദിച്ചു തപോവൻ സ്വാമിയോട്, അപ്പോൾ എല്ലാ ദിക്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ ഈ വീഴ്ചയിലുണ്ട്, പൂച്ചയിലുണ്ട്, മനുഷ്യയിലുണ്ടെന്നൊക്കെ പറയണോ? എന്താ അങ്ങനെ ആവശ്യം? അപ്പോൾ സ്വാമി അന്ന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പം ചോദ്യം ശരിയില്ലാഞ്ഞിട്ടായിരിക്കാമെന്ന് ചോദിച്ചു. അങ്ങോട്ടൊന്നും പറയാൻ പാടില്ലല്ലോ. പിറ്റേ ദിവസം രാവിലെ ഉത്തരകാശിയിലാണ്. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് തണുത്ത് പിന്നെ വിറയ്ക്കുന്നു. അപ്പോഴാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ
ജയ പറഞ്ഞു, ചിന്മയ കുറച്ച് വെള്ളം കൊണ്ടുവരും, ദാഹിക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, ഇപ്പോൾ ദാഹിക്കുമെന്നൊക്കെ ചോദിക്കാൻ പാടില്ല. പറഞ്ഞപ്പോൾ പോയി അദ്ദേഹം ഒരു ലോട്ടയിൽ വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നു ചോദിച്ചു, ഇതെന്താ ലോട്ട? ഞാൻ ലോട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ? വെള്ളമല്ലേ കൊണ്ടുവരാൻ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ സ്വാമി അയാൾ വരും, എന്താ തരത്തിലുള്ള ലോട്ട കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആകെ ഭാവിച്ചു. എന്നിട്ട് സ്വാമി ചെറിച്ചിട്ട് പറഞ്ഞു, ഇപ്പം കണ്ടുവാ, വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞെങ്കിൽ വെള്ളം കൊണ്ടുവരണമെങ്കിൽ ഒരു ലോട്ടയിലേ കൊണ്ടുവയ്ക്കൂ, അല്ലാണ്ട് വെള്ളം കൊണ്ടുവയ്ക്കുക. അതിന് അത് ഒരു ഉപാധി ഉണ്ടല്ലോ, ഉപാധിയിലേ കൊണ്ടുവയ്ക്കൂ ബഹിരത്തെ, അല്ലാണ്ട് വെയ്യ. അതുപോലെയാണ് ഇന്നലെ പറഞ്ഞത്, പൂച്ചയിലും ഈച്ചയിലും ഉണ്ടാകുന്ന ഒരു ശരീരത്തിലെ ആത്മാവുണ്ടെന്ന് പറയുവയ്ക്കൂ, അല്ലാണ്ട് എല്ലാവരും ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അതിന് വേറെ പറയുന്ന ആവശ്യമുണ്ട്. കാരണം ഈച്ചയിലും പൂച്ചയിലും ഒക്കെ ഉണ്ടോ പറയുന്നത്, ലോട്ടയിലും പാത്രത്തിലൊക്കെ വെള്ളം ഉണ്ടോ പറഞ്ഞ പോലെയാണ് എന്ന് പറയും. അങ്ങനെ അതായത് ഈ വ്യത്യാസം പറയേണ്ട ആവശ്യമില്ല, പിന്നെ കൊണ്ടുവരില്ല. എന്താ കൊണ്ടുവരുന്നു ഇല്ല, സർവ്വതലീകളുണ്ടോ ഇവർ കൊണ്ടുവരേണ്ട പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ ബ്രഹ്മത്തിലെ വിവർത്തമായ പ്രകൃതി ബ്രഹ്മത്തിനെ ഒരു വിധത്തിലും ബാധിക്കില്ല. അധിഷ്ഠാനമറിഞ്ഞാൽ പ്രകൃതി ഭ്രാന്തി നിലനിൽക്കില്ല. കയറിനെ കണ്ടാൽ പിന്നെ പാമ്പില്ല. ദേഹധർമ്മം ബാധിക്കുന്നില്ലെങ്കിൽ ആത്മാവ് ദേഹത്തിൽ എങ്ങനെ വർത്തിക്കുന്നു? പിന്നെ സംശയം. അങ്ങനെ ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ? അതിന് ഉത്തരം അടുത്ത ശ്ലോകത്തിൽ. 33 യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം രവി തഥാ പ്രകാശയത്യേവ കൃഷ്ണം അല്ല ക്ഷേത്രം ക്ഷേത്രീ തഥാജ്ഞാനം പ്രകാശയതി ഭാരത. സൂര്യൻ പരമാത്മ തത്വത്തെ അല്ലെങ്കിൽ സൂര്യൻ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുകയല്ല, സൂര്യൻ പ്രകാശിപ്പിക്കുകയല്ല, പ്രകാശിക്കപ്പെടുകയാണ്. ആര്? ഈ പ്രപഞ്ചം. കാരണം ആത്മാവ് ദേഹത്തെ പ്രകാശിപ്പിക്കുകയല്ല, അതൊരു ക്രിയയല്ല, സങ്കല്പത്താൽ പ്രകാശിക്കപ്പെടുകയാണ്. നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഈ ലോകം ഉണ്ടാവണം. ആ ലോകത്തിന് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നതും കൂടി ആ പ്രകാശ അല്ലേ? പ്രകാശം ഇനി കാണില്ലല്ലോ. പ്രകാശം ഈ ലോകത്തെ ഉണ്ടാക്കിയിട്ടുമില്ല, ഇല്ലാണ്ടാക്കിയിട്ടുമില്ല. ഉണ്ടെന്നും ഇല്ലാണ്ടാക്കും സങ്കല്പിക്കാനുള്ള കഴിവാരാ കൊടുക്കുന്നത്? ബോധമാണ്. ആ ബോധമാണ് ഇത് ഉണ്ടാക്കുന്നത്. ബോധം ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ട്, ബോധമില്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പോൾ സൂര്യൻ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുകയല്ല, പ്രകാശിക്കപ്പെടുകയാണ്. ആത്മാവ് ദേഹത്തെ പ്രകാശിപ്പിക്കുകയല്ല, അത് ഒരു ക്രിയയല്ല, സങ്കല്പത്താൽ പ്രകാശിക്കപ്പെടുകയാണ്. നല്ലത് പ്രകാശിപ്പിച്ചാൽ തിളക്കമോ? സൂര്യനെ നല്ല കാര്യം, ഇപ്പം നല്ല തിളക്കമുണ്ട്, നല്ല ഭംഗിയുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഭംഗിയായിരിക്കും സൂര്യൻ, ചീത്തത്ര കാണുന്നു. അങ്ങനെയൊന്നുമില്ല. ഈ ചീത്തയും നല്ലതൊന്നും സൂര്യൻ്റെ പ്രകാശത്തിനെ പറ്റിക്കുന്നില്ല. സൂര്യൻ ഇതിനെ നല്ലതാണെങ്കിൽ നല്ലതിനെ പ്രകാശിക്കുന്നു, ചീത്തയാണെങ്കിൽ ചീത്ത പ്രകാശിക്കുന്നു എന്നല്ലാണ്ട് നല്ല വെള്ളത്തിലും പ്രകാശിക്കും, ചളിവെള്ളത്തിലും സൂര്യൻ പ്രകാശിക്കും. ബിംബത്തിന് വ്യത്യാസം കാരണം ആ വെള്ളത്തിൻ്റെ ചളിയാണ്. അതുപോലെ നമ്മുടെ ആത്മാവിന് യാതൊരു വ്യത്യാസമില്ല. നിങ്ങളുടെ ദേഹം അല്ലെങ്കിൽ മനസ്സ് നന്നല്ലെങ്കിൽ നിങ്ങൾ മോശക്കാരനാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധാണെങ്കിൽ നിങ്ങൾ പരമാത്മാവിന് തുല്യമാണ്. അതാണ് പറഞ്ഞത്. നല്ലത് പ്രകാശിപ്പിച്ചാൽ തിളക്കമോ, ചീത്ത പ്രകാശിപ്പിച്ചാൽ മങ്ങലോ സൂര്യന് ഇല്ലല്ലോ. അതുമാതിരി നിങ്ങൾ ധാർമ്മികമായിട്ട് ചെയ്താലും ശരി, ആധർമിക പ്രവർത്തിച്ചാലും ശരി, ആത്മാവ് അതിനെ പ്രകാശിപ്പിക്കണുള്ളൂ. ആത്മാവ് സാക്ഷിയാണ്, ഇതൊന്നും കാണില്ല. അപ്പം നമുക്കെന്ത് വേണം? ആ സാക്ഷി സ്വരൂപത്തിൽ നിന്നാൽ ആൾക്ക് സുഖമില്ല, ദുഃഖമില്ല. മറ്റത് ഞാൻ ആണെന്ന് ചെയ്യണമെന്ന് വരുമ്പോഴാണ് ദുഃഖവും സുഖമൊക്കെ വരുന്നത്. അതായത് അഹങ്കാരവും മമതയാണ് ദുഃഖത്തിന് കാരണം എന്നായി പറഞ്ഞത്. അവയുടെ പുണ്യഭാവങ്ങൾ പങ്കില്ല. ആത്മപ്രകാശം നമ്മുടെ ചിത്തത്തിൽ തട്ടുമ്പോൾ അതനുസരിച്ച് വിവിധ വ്യക്തിത്വം പ്രകടമാവുകയാണ്. ഒരാൾ നല്ലവൻ, ഒരാൾ ചീത്തവൻ എന്നൊക്കെ പറയുന്നത് എന്താ കാരണം? ആ ഉപാധിയുടെ അയാളുടെ മനസ്സാണ് മോശക്കാരൻ, അല്ലാണ്ട് അയാൾ മോശക്കാരനല്ല. മറ്റേ ആൾ നല്ലവൻ, അയാളുടെ മനസ്സാണ് നല്ലത്. മറ്റൊരു വ്യത്യാസമില്ല. പ്രകാശം അത് എന്തൊക്കെയുള്ള വെച്ചാൽ അത് കാണിച്ചു തരും. പ്രകാശത്തിന് ഇതൊന്നും ബാധകമല്ല. നമ്മൾ അപ്പം എന്ത് വേണം? ഈശ്വര സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ ഈ ശരീരമാകുന്ന ഉപാധി ഉണ്ടല്ലോ, അത് ശുദ്ധാക്കിയാൽ മതി. അതിനാണ് പറഞ്ഞത്. അത് ശുദ്ധാക്കിയാലോ ശരീരബോധമില്ലാതെയാവണം. ശരീരം ആ ബോധമില്ലാതെ ആയാൽ നിങ്ങൾ ആത്മാവായി, പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല, സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ല വെള്ളം, ചുവന്ന കുപ്പി, മഞ്ഞ കുപ്പി, പച്ചക്കുപ്പി എല്ലാം നിറച്ചു.
നമ്മൾ ശരിക്കും കാണാൻ ചുവന്ന വെള്ളം, പച്ചവെള്ളം, മഞ്ഞ വെള്ളം, നീല വെള്ളം എന്ന് പറയും. വെള്ളത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല, കുപ്പിരിയാണ് അല്ലേ. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ചോദിച്ചാൽ എല്ലാം ശുദ്ധ വെള്ളമാണ്. ഇതുപോലെ ഇപ്പം നമ്മളൊക്കെ ആരാണ്? കുപ്പികളാണ്. അധികം കറുത്ത കുപ്പിയാണ്. അതുകൊണ്ട് വെള്ളം ഉണ്ടോയെന്ന് തന്നെ തോന്നില്ല. ചുവന്ന കുപ്പി, കറുത്ത കുപ്പി. ആ വെള്ളത്തിന് യാതൊരുമില്ല. ആത്മാവെല്ലാവരും ഒന്നാണ്. അതിലുള്ള ഉപാധി ഉണ്ടല്ലോ, ഉപഹിതം എന്നല്ലോ, ആ അതിൻ്റെ ഉപാധിയാണ് വ്യത്യാസം. വളരെ എനിക്കിപ്പോൾ ഇലക്ട്രിസിറ്റി വളരെ രസമെന്നുണ്ട്. കാരണം ഒരേ ഇലക്ട്രിസിറ്റി ഹീറ്ററിൽ പോകുമ്പോൾ ചൂടാക്കണു, അതന്നെ ഫ്രിഡ്ജിൽ പോകുമ്പോൾ തണുപ്പിക്കണു. എന്തൊരു അത്ഭുതം അത് അല്ലേ. ഇലക്ട്രിസിറ്റിക്ക് യാതൊരു വ്യത്യാസമില്ല, ഉപാധിക്കാണ് വ്യത്യാസം. അപ്പം നമുക്കിപ്പോൾ സുഖദുഃഖത്തിനുണ്ട് കാരണം എന്താ? ശരീരഭാവന, മനസ്സ്, ബുദ്ധി. അതിൽ കൊണ്ടോ ഈ ഭാവന അങ്ങോട്ട് മാറ്റേ കൊണ്ടു. എന്നാൽ ഇലക്ട്രിസിറ്റിക്ക് യാതൊരു വ്യത്യാസമില്ല. അതിനോട് ഒന്നിനോട് സ്നേഹവും ഒന്നിനോട് ദേഷ്യവും അല്ലെങ്കിൽ ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും ഈ വക ഗുണങ്ങൾ ദോഷങ്ങൾ പറഞ്ഞ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞതാണ്. ദോഷമെന്ന് ഭഗവാനുണ്ട്. ഗുണദോഷ ദൃശോ ദോഷ ഗുണസ്തൂഭയ വർജിത. ദ്വന്ദ്വമുണ്ടെന്ന് തോന്നുന്നതാണ് ദുഃഖമൊക്കെ. ദ്വന്ദ്വമില്ലാന്ന് തോന്നിയാൽ പിന്നെ എന്തായി? പരമാനന്ദയും. അങ്ങനെയല്ലേ നോക്കും. ഭയപ്പെടേണ്ടത് രണ്ടാമതൊരാൾ എന്നെ ഉദ്രവിക്കുന്നല്ലാണ്ട് ഞാൻ എന്നെ ഉപദ്രവിക്കുന്ന ആർക്കും പേടിയില്ല. കാരണം ഞാനേ ഇവിടെ ഉള്ളൂ. അപ്പം അല്ലേ, ഞാനുണ്ടെങ്കിലല്ലേ നിങ്ങളുള്ളൂ. നിങ്ങളില്ലെങ്കിൽ ഞാനുണ്ട്, ഞാനില്ലെങ്കിൽ നിങ്ങളില്ല. അപ്പോൾ അതല്ലേ ഒന്നായ നിന്നെ ഈ രണ്ടെന്ന് കണ്ടാൽ ആ ഇത്. അപ്പോൾ ഇവിടെ ഓരോരോ ശ്ലോകങ്ങളെ കൊണ്ടും പറഞ്ഞു വരുന്നത് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ക്ഷേത്രം എന്നുള്ളത് ക്ഷേത്രജ്ഞൻ്റെ തന്നെ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം കൂടെ പറ്റിയാൽ ക്ഷേത്രജ്ഞനല്ലാണ്ട് ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ബുദ്ധി കൊണ്ടേ. ഇവരാണ് ഇവിടെ ആവശ്യം. അതായത് ആദ്യം പറഞ്ഞ ആ രണ്ടാമധ്യായത്തിൽ പറഞ്ഞ ശരീരം വളരെ വ്യക്തമായിട്ട് അങ്ങനെ തീരുമാനിച്ചു, അല്ല ബോധ്യപ്പെടുത്തി തന്നു. ശരീരിയേ ഉള്ളൂ, ശരീരം എന്നുള്ളത് ശരീരയുടെ ഒരു സങ്കല്പം മാത്രമാണ്. അതില്ലാതെയാക്കാൻ ബുദ്ധിപരമായിട്ട് എങ്ങനെ സാധിക്കുന്നതാണ്. ഇപ്പോൾ 13-ാം അധ്യായത്തിൽ ഇറക്കണമുണ്ട്. ആ പറഞ്ഞിട്ട് എന്ത് വരുന്നു? ഇങ്ങനെ ഒന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ വരും. അതിന് ബോധം, അത് ഉദിക്കേ വേണ്ടു. ബോധം ഉണ്ടാക്കണ്ട, ഉണ്ട്, ഉദിക്കേ വേണ്ടു. സൂര്യനെ ഉണ്ടാക്കണ്ട, സൂര്യനെ ഉദിക്കേ വേണ്ടു അല്ലേ. സൂര്യനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുമാതിരി ബോധത്തെ ഉണ്ടാക്കേണ്ടതില്ല, അതങ്ങോട്ട് ഉദിച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിന് ഓരോരോ മാർഗത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്. അങ്ങനെയാണ്. ഇനി അവസാനത്തെ ശ്ലോകത്തിലെ 34 ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച ഏ വിദുർ യാതി തേ പരം. പരം എന്നാണ് കേട്ടോ. ഈ ക്ഷേത്രജ്ഞനുണ്ടല്ലോ, ക്ഷേത്രത്തെ പ്രകാശിപ്പിക്കുക മാത്രം ചെയ്യുന്നു. സൂര്യൻ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു, സൂര്യൻ ഉണ്ടാകണില്ല. സ്ക്രീൻ സിനിമയെ പ്രകാശിപ്പിക്കുന്നു, സിനിമ ഉണ്ടാകണില്ല, ഉണ്ടല്ലോ. അതുപോലെ ഈ നമ്മുടെ സങ്കല്പമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ക്ഷേത്രജ്ഞന് ക്ഷേത്രത്തെ പ്രകാശിക്കുക മാത്രം ചെയ്യുന്നു. ക്ഷേത്രധർമ്മം ക്ഷേത്രജ്ഞനെ, ഈ ക്ഷേത്രത്തിൻ്റെ ധർമ്മമുണ്ടല്ലോ, അത് ക്ഷേത്രജ്ഞനെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. മുമ്പൊക്കെ പറഞ്ഞ മാതിരി കുപ്പിയുടെ നിറം വെള്ളത്തെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. കുപ്പിയിൽ നിന്ന് എടുത്താൽ വെള്ളം എല്ലാം ഒന്നവന്. അതുപോലെ നമ്മളിപ്പോൾ എന്താണ്, കുപ്പിയുടെ ധർമ്മം വെള്ളത്തെ ബാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. ഇവ രണ്ടിനും ആശ്രയം. ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യമുണ്ട്, വെള്ളമുണ്ട്, കുപ്പിയുണ്ട്. എന്നൊരു വെള്ളത്തിനൊന്നുമില്ല. പക്ഷേ വാസ്തവത്തിൽ ഇവ രണ്ടും ജഡങ്ങളാണ്. വെള്ളവും അതെ, കുപ്പി അതെ. ഇവയ്ക്ക് രണ്ടിനും ആശ്രയം പരമാത്മാവ് അല്ലെങ്കിൽ പരമകാരണം. ഇത് അറിയുന്ന ആളാണ്. ഇത് കുപ്പിയാണ്, ഇത് വെള്ളമാണ്, ഇത് ചുവന്ന വെള്ളമാണ് എന്നൊക്കെ പറയുന്നത് ആളാണ്, ഈ അറിയുന്ന ആളാണ്. അയാളില്ലെങ്കിൽ കുപ്പിയില്ല, വെള്ളമില്ല, ചായയും ഇല്ല, ഒന്നുമില്ല, ഉണ്ടല്ലോ. ബോധമാണ് ഇതിനൊക്കെ. ഈ അറിയുന്ന അയാളാണ് ഇതിൻ്റെയൊക്കെ ആശ്രയം. ഈ ഇതേവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാ അറിയുക? പരമകാരണം ഇതറിയാനാണ്. അതായത് ബുദ്ധി തെളിയാനാണ് സാധനയുടെ ആവശ്യം. അപ്പോൾ ബുദ്ധിയിൽ പലതരം ഈ ഇരുട്ട് വന്ന് നിറഞ്ഞിരിക്കുക. ഞാൻ വേറെയാണ്, മറ്റത് വേറെയാണ്. ആ ഇരുട്ട് അങ്ങനെ നീക്കി എന്നിട്ട് ഏതുപോലെ ചില്ലുണ്ടെങ്കിൽ അതിൽ ചളിയുണ്ട്, അതൊക്കെ തുടച്ച് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് ശരിക്കും കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ പണി ഈ ശരീരം കൊണ്ടും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ മാറ്റിയിട്ട് ഇതൊക്കെ മാറി തുടച്ചിട്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട്, കുപ്പിയോടെ ഉണ്ട്, ശരീരം അവിടെ ഉണ്ട്. പക്ഷേ അത് നല്ല തിളങ്ങിയതാണെങ്കിൽ അപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ അതന്നെ കാണും. ഇവിടെ ഒരു വ്യത്യാസമില്ല. അതിൽ ചളി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചുവന്നതാണെന്ന് വെച്ചാൽ പുറത്തൊക്കെ ചുവന്നാവും, മഞ്ഞ വെച്ചാൽ മഞ്ഞയെ തോന്നും. ആ കുപ്പിക്കല്ല കേട്, അതിലുള്ള ചായത്തിനെ കേട്. അതുപോലെ മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും മാസങ്ങളിലും ജഡാണ്.
അതിലുണ്ടാകുന്ന സങ്കല്പമുണ്ടല്ലോ, അതാണ് ഈ ചളി അല്ലെങ്കിൽ ചായം. ആ സങ്കല്പം കൊണ്ട് മാറ്റിയാൽ യാതൊരു പ്രശ്നവുമില്ല, കാണാൻ സാധിക്കും. ഇതിനെയാണ്, ഇത് പരമാത്മാവ് മാത്രമായ ആശയം, അധികം മാത്രമുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജ്ഞാനചക്ഷുസ്. ഇവിടെ എങ്ങനെയാണല്ലോ ഈ ചക്ഷുസ്, കണ്ണ്, അതിന് വേണ്ട മാതിരി കാണാൻ അറിയില്ല. കാരണം മനസ്സ് ഇത്തിരി ദേഷ്യം വന്നാൽ അയാൾക്ക് കാണുന്നതൊക്കെ തെറ്റാ തോന്നും, സ്നേഹം തോന്നിയാൽ ഒക്കെ നല്ലത് തോന്നും. അർജുനന് പറ്റിയ പോലെ ആദ്യം ഇവരൊക്കെ ദുർബുദ്ധികളാണെന്ന് വെച്ചിട്ടാണ് വന്നത് യുദ്ധത്തിന്. അപ്പോൾ ശരിക്കും നല്ല കണ്ണാടിയായിരുന്നു, സ്വന്തം ആളുകളാണെന്ന് വിചാരിച്ചു. അതോടുകൂടി ഞാൻ എങ്ങനെയാണ് ഇവരെ കൊല്ലുക വെച്ചു. പറഞ്ഞല്ലോ നമ്മുടെ അതെ, നമുക്ക് സ്വധർമ്മം ചെയ്യാൻ പറ്റാത്തത് സ്വജനധർമ്മം ഉണ്ടാകുമ്പോഴാണ്. സ്വജനധർമ്മം വന്നു, അപ്പോൾ സ്വധർമ്മം ചെയ്യാൻ പറ്റില്ല. അത് സ്വജനധർമ്മം ആരാണക്കണം? മനസ്സാണ്, ബുദ്ധിയാണ്. അപ്പോൾ ഇവിടെ എന്താ ഈ അധ്യായത്തിൻ്റെ വീണ്ടും വീണ്ടും പറയട്ടെ, എന്തിനാ ഇവിടെ ക്ഷേത്രജ്ഞനും ക്ഷേത്രവും തമ്മിൽ മാറുകയാണ്. ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരമൊക്കെ ആണ്, ക്ഷേത്രജ്ഞനല്ല. അവനെ ഇതിന്നാണ്ട് മാറ്റി നിർത്തിയാൽ അത് സാധിക്കും ചെയ്യും. മാറ്റിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആത്മദർശനം സാധിക്കുമെന്ന് പറയാനാണ് കൊണ്ടുവരുന്നത്. ഇതിനെയാണ് ജ്ഞാനചക്ഷുസ്. അതോടെ പ്രകൃതി, ക്ഷേത്രജ്ഞൻ എന്ന ദ്വന്ദ്വം കൽപ്പിതമാണ്, നമ്മൾ തന്നെ സങ്കല്പിച്ചതാണ്. വേറെ ശരീരം ഞാനാണ്, ആത്മാവ് ഞാനാണ്, ശരീരം എന്നൊന്നുമില്ല, ആത്മാവേ ഉള്ളൂ എന്ന് പിന്നെ വേറെ ഒന്നും അറിയില്ല. ക്ഷേത്രജ്ഞൻ എന്ന ദ്വന്ദ്വം കൽപ്പിതമാണ്. അറിവ് ആവുകയാണ്, അറിവ് ഉണ്ടാവല്ല. ഉണ്ടാവലും ആവലും ഉള്ളത് തന്നെയാണ്. ഇതാണ് തൻ്റെ സ്വരൂപം. മറ്റെല്ലാം സ്വഭാവമായിരുന്നു അല്ലേ? അധ്യാത്മത്തിന് എന്താ അർത്ഥം? സ്വഭാവം. ഇപ്പോൾ സ്വാമിജി ഒരു പുസ്തകത്തിൽ ഇന്നലെ വായിച്ചു ഞാൻ, സംസ്കാരം വളരുക എന്നൊക്കെ ഉണ്ടല്ലോ. ഈ ലോകത്തിൽ ഇപ്പോൾ എത്രയോ 10,000 കൊല്ലം എന്ന് വിചാരിക്കുക, ജീവിതത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അന്നത്തെ 2 കൈ തന്നെയെന്നും, അന്നത്തെ 2 കണ്ണ് മൂക്ക്, ഒരു വ്യത്യാസമില്ല. അപ്പം എന്താ ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ? സംസ്കാരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അല്ലേ? മനസ്സെന്നുള്ള സങ്കല്പത്തിന് സങ്കല്പിക്കുമ്പോൾ എല്ലാവരും ഒന്നാണ്, എൻ്റെ ആണെന്ന് സങ്കല്പിച്ചാൽ ലോകം എന്തായി? സോഷ്യലിസമോ കമ്മ്യൂണിസമോ അല്ലെങ്കിൽ ഈശ്വരീസമോ ഒക്കെ അല്ലേ? ഇതൊക്കെ വേറെയാണ് പറയുന്നത്. അപ്പോൾ സംസ്കാരം എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആ തെളിവിനെ ആസ്വദിച്ച ആ മനസ്സും ബുദ്ധിയാണ് ശരീരത്തെ തന്നെ ഉണ്ടാക്കുന്നത്. മനസ്സാണ് ശരീരത്തിന് ഉണ്ടാക്കുന്നത് അല്ലേ? മനസ്സിൻ്റെ പ്രഭാവം ഇല്ലാത്തപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖദുഃഖങ്ങളോ ശരീരത്തിൻ്റെ വേദനയൊന്നും അറിയണില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഇതെങ്ങനെ മാറ്റി തിരിക്കാൻ സാധിക്കും? മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതിന് അനുഭവമാണ് എന്ത്? ഉറക്കത്തിൽ ഇത് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റിച്ചെന്ത് ചെയ്യാം? ഇപ്പോൾ പുറമെ വരുമ്പോൾ സങ്കല്പം ഉണ്ടാവണം. ആ സങ്കല്പത്തെ ഇല്ലാതെയൊക്കെ അതിൻ്റെ പേരാണ് എന്ത്? ധ്യാനം അല്ലെങ്കിൽ സമാധി. അപ്പോൾ ഇവിടെ ഈ 13-ാം അധ്യായം ധ്യാനത്തെ തന്നെയാണ് പറയണത്. ആദ്യം ധ്യാനം കൊണ്ട് കാണുമെന്ന് പറഞ്ഞല്ലോ. അത് കാണാൻ എന്ത് വേണം? ശരീരവും ശരീരിയും എന്നുള്ളത് ഉണ്ടാക്കിയത് സങ്കല്പമാണ്. ആ സങ്കല്പത്തെ നമ്മൾ പിന്നാക്കം വലിക്കാൻ നമുക്ക് സാധിക്കും. സാധിച്ചാൽ എന്തായി? പിന്നെ ശരീരവും ശരീരിയില്ല, ശരീരി മാത്രമേ ഉള്ളൂ. ശരീരം എന്നുള്ളത് സങ്കല്പമാണെന്നുള്ളത് ബോധ്യം വരും. അതോടുകൂടി നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. സമ്യക്കാവുമ്പോൾ സമാധാനം വെച്ചാൽ വേണ്ട പോലെ ഇരിക്കുക വെച്ചാൽ ആത്മാവായിട്ടിരിക്കുക, അല്ലാണ്ട് കസാലിമ്പിലിരിക്കുന്നതിനല്ല പറഞ്ഞത്. ഒക്കെ സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ സ്വത്തിൽ സ്ഥിതനായിരിക്കുക. ആത്മാവിൽ ഞാൻ ആത്മാവ് മാത്രമാണ് എന്ന് അറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തു വേണേ ചെയ്തോളൂ. അത് വേണേനും ഏതുപോലെ നടനം ചെയ്യുമ്പോൾ ഞാൻ ഇത് നടനം നടക്കുക, ഞാൻ എന്താണ് ഹിരണ്യകശിപുവിൻ്റെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിഞ്ഞിട്ട് വേണം കഥകളി നടത്താൻ. ഞാൻ ഹിരണ്യകശിപു തന്നെയാണെന്നാണ് വിചാരിച്ചിട്ട് പിന്നെ കണ്ടവരെയൊക്കെ ഉദ്ധരിക്കാനൊക്കെ തുടങ്ങിയ നടനാവില്ല. അപ്പം അത് പ്രവൃത്തിയും. അപ്പോൾ ജീവിതത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ എന്താവണം? ഇതൊക്കെ ഒരു നടനമാണ് അല്ലേ? 2 പേര് പറയാറുണ്ട്, ശിവനും ഉണ്ട് ഭഗവാനും ഉണ്ട്. അതിൽ ശിവൻ്റെ പേര് നടരാജൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ നടനം ചെയ്യുന്ന നടരാജൻ. നടനം ചെയ്യുന്നത് രാജാവിനെ പോലെയാണ് ശിവൻ. അപ്പോൾ ഈശ്വരനാണ്. ഭാഗവതത്തിൽ നടവര വപു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നടവര വപു. വപു വെച്ച ശരീരം. നടൻ വര, ഏറ്റവും ശ്രേഷ്ഠമായ നടനം ചെയ്യുന്ന ആളാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നടനാണ്. ഭാഗവതവും ഈ ശിവപുരാണവും ഒക്കെ പറയുന്നത് എന്താണ്? വെറും കഥയാണ്.
ഇതിലൊന്നുമില്ല, വേറെ ഒന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ രാവിലെ ഭാഗവതത്തിൽ ബ്രഹ്മപ്രളയം വായിക്കുകയായിരുന്നു. ഇത് മുഴുവനും നമ്മുടെ തോന്നലാണ്, സങ്കല്പങ്ങൾ മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരൊന്നുമില്ല, എല്ലാം പരമാനന്ദം തന്നെ. കാരണം അവിടെ രണ്ടില്ലല്ലോ, രണ്ടിനുള്ളപ്പോഴേ ദുഃഖമുള്ളൂ, ഭയമുള്ളൂ, ഒന്നായ വിഷമില്ല. അതെങ്ങനെ സാധിക്കുന്നു? പല വിധത്തിൽ ഭഗവാൻ 34 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് 11-ാം അധ്യായം അവസാനിക്കുന്നത്. ഇനി ഇത് തന്നെ ഒന്നുകൂടി. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ പരമാത്മാവും പിന്നെ ഈ ശരീരവും മാത്രമേ ഉള്ളെങ്കിൽ എന്തത്രയൊക്കെ വ്യത്യാസത്തിന് വരാൻ കാരണം എന്നുള്ളൊരു സംശയമാണ് പിന്നത്. കാരണം ശരീരം ജഡം, ആത്മാവ് പൂർണ്ണനും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ശരീരം ഇല്ല എന്ന് വെച്ചാൽ പോരെ. മാത്രമല്ല ശരീരങ്ങൾക്കൊരു 10,000 വ്യത്യാസം കാണുന്നു ഇല്ലേ? സാത്വികന്മാർ, രാജസന്മാർ, തമോ ഗുണമുള്ളവർ. കൊണ്ട് അതെന്താ എന്ന് വ്യക്തമാക്കുകയാണ് അടുത്ത അധ്യായം, ഗുണത്രയ വിഭാഗയോഗം. ഈ ഉപാധി ഇലക്ട്രിസിറ്റി ഒന്ന്, ബൾബ് 10,000 കണക്കിന് ഇല്ലേ? ട്യൂബ് ലൈറ്റ്, മറ്റേ ലൈറ്റ്, അല്ലെങ്കിൽ 25-ൻ്റെ 50. അപ്പോൾ വ്യത്യാസം മുഴുവനും ഗുണങ്ങൾക്കാണ്, അല്ലാണ്ട് ഇലക്ട്രിസിറ്റിക്കല്ല. അതുപോലെ ആത്മാവിനല്ല വ്യത്യാസം, ശരീരത്തിലുള്ള ഗുണത്തിനാണ് വ്യത്യാസം എന്ന് കാണിക്കാനാണ് ഇനി അടുത്ത അധ്യായം വരുന്നത്. ഹരി ഓം.